ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സ്റ്റാർ ക്യാമ്പയിനറാണ് മന്ത്രി കെ ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും മാരക വൈറലായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ചയാവുന്ന ഒരു കാലമാണ്. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് മിനിസ്റ്ററുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. മിനിസ്റ്റർ സ്വാഗതം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്ക് പിടിച്ച സമയമാണല്ലോ. ഞാൻ ആദ്യം ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനിലേക്ക്, എങ്ങനെയുണ്ട് LDFൻ്റെ ട്രെൻഡ്? LDF വളരെ അനുകൂലമായ ട്രെൻഡാണ്. നമ്മൾ തിരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ മികച്ച പ്രകടനമാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു മാറ്റം. കാരണം കഴിഞ്ഞ തവണ പറ്റിയ ഒരു ആപത്ത് ഇത്തവണ പറ്റരുത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ ഐക്യത്തിനും മതേതരത്വത്തിനും ആ മൂല്യങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന കാര്യം ജനങ്ങൾക്ക് ഉത്തമ ബോധ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ, അവരുടെ താല്പര്യങ്ങൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ ഉറച്ച സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. വേറെ ആര് വേണമെങ്കിലും ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഭയപ്പെടുത്തിയാലും പ്രീണിപ്പിച്ചാലും മാറാത്ത ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം അറിയുന്ന ജനങ്ങൾക്ക് മനസ്സിലായി. അത് ഈ തെരഞ്ഞെടുപ്പിലെ എവിടെ പോയാലും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. പക്ഷേ കേരളത്തിലെ താങ്കളുടെ സർക്കാരിൻ്റെ പ്രതിപക്ഷമായിട്ടുള്ള UDF അവരേത് തെരഞ്ഞെടുപ്പ് വന്നാലും ഏത് വിഷയം വന്നാലും പിണറായി സർക്കാരിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്ത്, പിണറായി സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം എന്ന നിലയിലേക്ക് അവർ തെരഞ്ഞെടുപ്പുകളെ കാണാറുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം യേശും? ഇവിടെ എന്താണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരള ഗവൺമെൻറ്റിന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് എന്താണ് കുഴപ്പം? അഴിമതിയില്ല. ഈ അഴിമതി ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അഴിമതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അതിൻ്റെ തെളിവോട് കൂടി കാണിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലല്ലോ. അത് കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ വളരെ കൃത്യമാണ് ഇടതുപക്ഷ മുന്നണിയുടെ. കേരളത്തിൽ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ തന്നെ എടുക്കുക. നമുക്ക് ആലുവയിൽ ഒരു കുഞ്ഞിനെ കൊന്നു, മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ കണ്ടെത്തി 100 ദിവസത്തിനുള്ളിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ മികച്ച ഒരു നീതിന്യായ വ്യവസ്ഥയെ, ഒരു ആഭ്യന്തര വകുപ്പിനെയാണ് നയിക്കുന്നത്. നല്ല കാര്യങ്ങളെല്ലാം മറന്നു വെച്ചിട്ട് പിന്നെ പറഞ്ഞു ക്ഷേമ പെൻഷൻ തരുന്നില്ല എന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ കൊടുത്തല്ലോ. 3 ഗഡു ഇപ്പോൾ വന്നു കഴിഞ്ഞു ബാങ്കുകളിലേക്ക്. അതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് UDFകാരും കോൺഗ്രസ്സുകാരും ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത് തരില്ല. അപ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നു നിർത്താൻ പോകുന്നില്ല. കാരണം കോടതി ചോദിച്ചു ഇതൊരു അവകാശമാണോ, ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ക്ഷേമ പ്രവർത്തനം. ക്ഷേമ പെൻഷൻ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ്. അതൊരു അവകാശമല്ല. ഇപ്പോൾ വിവരാവകാശ നിയമം, അത് ഒരു അവകാശമാണ്, വിവരം അറിയാനുള്ള അവകാശം. ഇതങ്ങനെ ഒരു നിയമം മൂലം വന്നതല്ല. എങ്കിലും 600 രൂപ മാത്രം ഉണ്ടായിരുന്ന ഒരു ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ 17 മാസം മുടക്കിയിട്ടിരുന്നതാണ്. അപ്പോഴീ കോൺഗ്രസ്സുകാർ തറിഞ്ഞില്ലേ, അന്ന് UDFകാർ തറിഞ്ഞില്ലേ? ആ മുടങ്ങിയത് മുഴുവൻ കുടിശ്ശിക കൊടുത്തു തീർത്തത് ഒന്നാം പിണറായി സർക്കാരാണ്. അതിനുശേഷം ക്ഷേമ പെൻഷൻ 1600 രൂപയെ വർദ്ധിപ്പിച്ചു. അത് റെഗുലറായി കൊടുത്തുകൊണ്ടിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് കേരള സർക്കാരിൻ്റെ മേലെടുത്തിയ സാമ്പത്തിക ഉപരോധം, സാമ്പത്തികമായ ആ ഞെരുക്കം, അതുമൂലം ഉണ്ടായ കടമെടുക്കാനും മറ്റു കാര്യങ്ങളും ഞെരുക്കം, ആ ഞെരുക്കമാണ് നമ്മളെ ഇത് കൊടുക്കാൻ വൈകിപ്പിച്ചത്. ഇപ്പം മനസ്സിലായി. കർഷക ആത്മഹത്യയെ പറ്റി പറയുമ്പോൾ കർഷകർക്ക് കൊടുക്കാനുള്ള പൈസ കേരള ഗവൺമെൻറ് കൊടുത്തില്ലെന്ന്. കേരള ഗവൺമെൻറ് കൊടുത്തു. അന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ നമ്മുടെ കൃഷിമന്ത്രി ശ്രീ പ്രസാദ് BJP അതൊരു രാഷ്ട്രീയമായി എടുത്തു. കോൺഗ്രസും UDFും അതിന് കൂടെ നിന്നു. കുട്ടനാട്ടിൽ ഒരു കർഷകൻ മരിച്ചപ്പോൾ ആ സമയത്ത് ഒരു രാഷ്ട്രീയ അജണ്ടയായി ഇത് ഉപയോഗിച്ചെങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 800 കോടി രൂപ നെല്ല് സംഭരിച്ചതിന് കേന്ദ്ര സർക്കാർ തരേണ്ട പൈസ തന്നു നമ്മൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ. അപ്പോൾ അന്ന് അവർ പറഞ്ഞ കള്ളമല്ലേ? അന്ന് പ്രതിപക്ഷം പറഞ്ഞല്ലോ കേരളം കൊടുക്കുന്നില്ല. കേരളം കൊടുത്തു. നമ്മൾ ലോൺ എടുക്കാൻ സമ്മതിച്ചു, ബാങ്കിൽ നിന്ന് കർഷകന് പൈസ കിട്ടി, തിരിച്ചടയ്ക്കാൻ ഗവൺമെൻറ് താമസിച്ചു. ഇവിടെ സാമ്പത്തിക ഞെരുക്കമാണ്. അപ്പോഴാണ് 800 കോടി തരാനുണ്ട് എന്ന് അന്നത്തെ കൃഷിമന്ത്രി ശ്രീ പ്രസാദ് അന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ആ 800 കോടി റിലീസ് ചെയ്തപ്പോൾ മനസ്സിലായല്ലോ ആര് പറഞ്ഞുള്ള സത്യം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന ഒരു ഭരണമാണ് കേരളത്തിൽ നടത്തുന്നത്. അഴിമതി ആരോപണങ്ങളല്ലാതെ അഴിമതി നടത്തുന്നതിന് അത് എതിരാളിക്ക് എന്ത് വേണം പറഞ്ഞുകൂടി. അത് അവർ എല്ലാ ദിവസവും രാവിലെ പ്രതിപക്ഷ നേതാവ് ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണം. അതിൻ്റെ കാരണം പ്രസക്തമായൊരു വിഷയം. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിലും ഇതുപോലെ സ്വർണം, പിത്തള, വെള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഈന്തപ്പഴത്തിൽ സ്വർണം എന്നൊക്കെ പറഞ്ഞ് വന്നു. ഖുറാനെ പോലും അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളായിരുന്നു. സ്വർണം അതിനകത്ത് കൊണ്ടുവന്നു, ഖുറാനകത്ത് വെച്ച് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തായി?
അതായത് ജനങ്ങൾ വിശ്വസിക്കില്ല. അതായത് രമേശ് ചെന്നിത്തലയിൽ നിന്ന് വി ഡി സതീശനിലെത്തുമ്പോഴും പ്രതിപക്ഷത്തിനൊരു മാറ്റവും വരുന്നില്ല. ഒന്നുമില്ല. രമേശ് ചെന്നിത്തല ആഴ്ചയിൽ 2 പ്രാവശ്യം സംസാരിക്കുമായിരുന്നു. വി ഡി സതീശൻ എല്ലാ ദിവസവും 11:30 മണിക്ക് മുമ്പ് സംസാരിക്കും, എന്തെങ്കിലും ഒന്ന് പറയും. എല്ലാ ദിവസവും നമ്മൾ പണ്ടൊരു കഥ പറയും, ഒരാളെപ്പോഴും പറയുന്ന പുലി വരുന്നേ എന്ന് വിളിക്കും. അപ്പോൾ ഈ പാവത്തിനെ പുലി പിടിക്കാൻ പറ്റുന്നല്ലോ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം ഓടി വരും. അവസാനം ഓടി വന്നിട്ട് ഒരു ദിവസം നോക്കിയപ്പോൾ ഈ എല്ലാവർക്കും അതേ അറിയാവുന്നൊരു കഥയാണ്, ഒറിജിനലായിട്ട് പുലി വന്നു. അപ്പോൾ ഇയാൾ പുലി വരുന്നേന്ന് വിളിച്ചു. ഒരു അവൻ കള്ളം പറയുകയെന്ന് വിചാരിച്ചു. പുലി വന്ന് പിടിച്ചോണ്ടങ്ങ് പോയി. ഏതാണ്ട് അവസ്ഥ നിൽക്കുന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷം. ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് പുലി വരുന്നേ എന്നും പറയും. എന്നാൽ എവിടെ പുലി? അല്ല, മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ആരോപണങ്ങൾ ഉന്നയിക്കാം, പ്രതിപക്ഷത്തിൻ്റെ റോളിൽപ്പെട്ടതാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് വിശ്വാസമാകുന്ന വിധത്തിൽ തെളിയിക്കാൻ കഴിയണം. അത് കഴിഞ്ഞിട്ടില്ല. 7.5 വർഷക്കാലം ഏത് കേസിൽ കഴിഞ്ഞു? ഇവിടെ വെറുതെ ഇങ്ങനെ ചെമ്പ്, പിത്തള ബിരിയാണി ചെമ്പ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ ഈന്തപ്പഴത്തിൽ, ഖുറാനിൽ സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് തെളിയിക്കാൻ കഴിഞ്ഞു? അത് ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധരെയോ ഒരു ക്രിമിനലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കുറേ ദിവസം BJPയും കോൺഗ്രസും ഒരേ സ്വരത്തിൽ LDF സർക്കാരിനെ ആക്രമിച്ചു. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും തുല്യ തെളിവെന്ന് പറയുന്നത് കഴിഞ്ഞ ഈ ഏറ്റവും അവസാനം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് LDFന് വൻ മുൻതൂക്കമാണ്. ഇതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ശേഷം LDF ഗവൺമെൻറ് അധികാരത്തിൽ നടന്ന എല്ലാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിലും LDFന് തന്നെയാണ് മുൻതൂക്കം. ഒരു കാര്യം കൂടി, ഇപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ ആ പ്രശ്നം പ്രതിപക്ഷം നേരിടുന്ന ഒരു ദൗർബല്യത്തെക്കുറിച്ചാണ്, ബലഹീനതയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ അവർ ഉന്നയിച്ച വേറൊരു പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, ആ വിഷയത്തിൽ നവകേരള സദസ്സിലൂടെ ജനങ്ങളോട് വിശദീകരിച്ചു. അതിനുശേഷം ദില്ലിയിൽ പോയി മുഖ്യമന്ത്രിക്കൊപ്പം നിങ്ങളെല്ലാവരും സമരം ചെയ്തു, ദേശീയ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന നേരിട്ട് ഞാൻ കണ്ടു. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ സുപ്രീം കോടതിയിൽ. ഇതെല്ലാം സംഭവിച്ചതോടെ ഈ ധൂർത്ത് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ, അത് അങ്ങേയറ്റം ഇല്ലാതായിപ്പോയോ? ആ ക്യാമ്പയിൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയെങ്കിലും താങ്കൾ കേൾക്കുന്നുണ്ടോ? ജനങ്ങൾ ഈ വിഷയത്തെ ഇപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്? സർക്കാരിൻ്റെ ഒരു വാദമുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ വാദമുണ്ട്. ഇവർ ഒരു ധൂർത്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ വളർച്ചയ്ക്ക് ഇപ്പം നമ്മൾ പറയും എന്തിനാണ് ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഈ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ധാരാളം അധ്യാപകരെ നിയമിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും കാലാകാലങ്ങളായി നമ്മൾ കേരളം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ സൗജന്യ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം നടത്തിയിരുന്നു. ഈ പൊതുവിദ്യാഭ്യാസം കൊണ്ട് UDF കണ്ടെത്തിയത് നഷ്ടകരമായ സ്കൂളുകൾ, ലാഭകരമായ സ്കൂളുകൾ എന്നാണ്. ഇതിലെ ലാഭനഷ്ടങ്ങൾ ഈ പൈസയ്ക്ക് നോട്ടിൽ എണ്ണാവുന്ന കാര്യമല്ല. നമ്മൾ പൊതുവിദ്യാഭ്യാസം നന്നായി കൊടുക്കുമ്പോൾ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരുടെയും കുഞ്ഞുങ്ങൾ പഠിച്ച് മിടുക്കരാവുകയും അത് സാമൂഹികമായി ഉയരുകയും ചെയ്യുന്ന ദീർഘവീക്ഷണം. അല്ലാതെ ഇന്ന് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാളേക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ മുടക്കിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്ന് നമുക്ക് നല്ല വിദ്യാഭ്യാസം എന്ന റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. വിദ്യാസമ്പന്നരായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു. മറ്റിതര സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സാക്ഷരരാക്കാനും ഒക്കെ നമുക്ക് കഴിയും. ഇപ്പോൾ സാക്ഷരതാ പ്രവർത്തനം നടത്തിയപ്പോൾ അതും ദൂരത്താണെന്ന് UDF പറഞ്ഞല്ലോ. പക്ഷേ ആ സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ അഭിമാനത്തോടെ UDFകാരും കോൺഗ്രസ്സുകാരും പറയുന്നു കേരളത്തിലെ 100% സാക്ഷരതയുണ്ട് എന്ന് പറയുന്നു. ആ 100% സാക്ഷരതയുണ്ടെന്ന് പറഞ്ഞ് അന്ന് അത് ദുർച്ചലവാണെന്ന് വിചാരിച്ചിട്ട് സാക്ഷരതാ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ 100% സാക്ഷരതയുള്ള സ്റ്റേറ്റായിട്ട് കേരളത്തിന് മാറാൻ പറ്റും. അതുപോലെയാണ് എല്ലാവരും. ഇപ്പോൾ ഓണാഘോഷത്തിന് പൈസ ചിലവാക്കിയത്. ഓണാഘോഷം വളരെ പഴയതാണ്, K. കരുണാകരൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. വേണമെങ്കിൽ നിർത്താം, പറഞ്ഞാൽ മതി. അല്ല, അതിൻ്റെ തുടർച്ചയിലാണ് കേരളീയം. ആ കേരളീയത്തിനെ പറ്റി പറഞ്ഞു. അതാണ് ബ്രാൻഡിങ് ആണ്. എന്താ പറയുക, ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നാളെ രാവിലെ അല്ല, ദിവസങ്ങൾക്കപ്പുറം അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വന്നു ചേരും, സമൂഹത്തിന് വന്നു ചേരും. ടോട്ടൽ സൊസൈറ്റിക്കാണ് വരുന്നത്, അല്ലാതെ ഒരു വ്യക്തിക്കോ ഒരു ഗവൺമെൻറ്റിനോ അല്ല. അപ്പോൾ അതൊരു പിന്നെ ഇപ്പോൾ ലോക കേരള സഭ നടത്തി, അതിനുവേണ്ടി പണം ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ആ പണം ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ, മുഴുവൻ വന്നവരെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ചില സാധ്യതകളുണ്ടെന്നും ഈ വന്ന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിന്ന പ്രവാസി മലയാളികൾക്ക് മനസ്സിലായി. അവർ പലരെയും പരിചയപ്പെടുത്തി കേരളത്തിലേക്ക്. നമ്മൾ തീരെ പറയുന്നത്, കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വലിയ വ്യവസായികളുണ്ട്. അതല്ലാതെ സാധാരണക്കാരായ ചില പ്രവാസികൾ വന്നല്ലോ, അവരെ പല പ്രമുഖരായ വ്യവസായികളെയും വിദേശികളെയും കേരളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തി. അത്രേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു കാലത്തിനപ്പുറമായിരിക്കും. നാളെ ലോക കേരള സഭ കഴിഞ്ഞു, 3ാമത്തെ ദിവസം തൊട്ട് ഇത്ര 10,000 കോടിയുടെ നിക്ഷേപം വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത് UDFൻ്റെ കാലത്തും വ്യവസായ മേളകൾ നടത്തിയിട്ടുണ്ട്. ശ്രീ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം നിക്ഷേപ സംരംഭക പരിപാടികൾ കോടാനുകോടികൾ വഴിച്ച് എറണാകുളത്ത് എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറയൂ. UDFൻ്റെ ഒരു പ്രമുഖ നേതാവാണല്ലോ, അദ്ദേഹം ഇപ്പോൾ പറയില്ലല്ലോ. അപ്പോൾ ഇത്തരം പരിപാടികൾ, പിന്നെ ഒരു വേറെ കാര്യം കൊണ്ടിനകത്ത് ഈ ദൂരത്തെന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കണ്ടേ, പെൻഷൻ കൊടുക്കണ്ടേ, വികസനം വേണ്ടി.
റോഡുകൾ പണിയണ്ടേ, പാലങ്ങൾ പണിയണ്ടേ, പിന്നെ അത് എങ്ങനെയാണ് ദൂർത്താകുന്നത്? അല്ല, എപ്പോഴും ഈ ചർച്ചകളിലൊക്കെ ഈ ധൂർത്ത് എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടൽ വന്നു, കാര്യം മാറിയോടുകൂടി അതിൻ്റെ ആ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ മുന ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് വേഗം UDF നേതാക്കൾ ക്ലബ് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഏതാണെന്നറിയോ? അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റ്. KSRTCയുടെ അവസ്ഥ നോക്കൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നേരത്തെ KSRTCയുടെ അവസ്ഥ ഇപ്പോഴും പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം KSRTCയുടെ അവസ്ഥ ഒരു അച്ചടക്കമില്ലാത്ത മാനേജ്മെൻറ്റ് ഏത് സ്ഥാപനത്തെ നശിപ്പിക്കും. കാലാകാലങ്ങളിൽ യാതൊരു അച്ചടക്കമില്ലാതെ മാനേജ് ചെയ്തതിൻ്റെ ഫലമാണ് ഒരു അതിനൊരു എന്താ പറയുക, ഒരു മാനേജ്മെൻറ്റിന് ഒരു ലക്ഷ്യം വേണം, ഒരു ലീഡർ വേണം. അപ്പോൾ അങ്ങനെ പോകണം. ഇപ്പം തന്നെ ഈ ഗവൺമെൻറ് വന്ന ശേഷം മുഖ്യമന്ത്രി എന്നോട് മന്ത്രിയായതിനു ശേഷം പറഞ്ഞ് അഴിമതി ഇല്ലാതെയാക്കി ക്ലീനാക്കി എടുക്കണം, ജീവനക്കാരെ ശമ്പളം ഒറ്റയടിക്ക് കൊടുക്കുന്ന രീതിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അത് വാക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതനുസരിച്ചുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നുണ്ട്. KSRTCയുടെ മുഖച്ഛായ മാറും. നമ്മളെന്താ ഒരു ബിസിനസ്സായി കൂടി ഇതിനെ കാണണം, ഇതൊരു ബിസിനസ്സായി കാണണം. പിന്നെ മാത്രമല്ല പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ തരാം, ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് സ്വകാര്യ വാഹനങ്ങൾ വാങ്ങിക്കുന്ന ഒഴിവാക്കിയുണ്ട് പൊതുഗതാഗതം, KSRTC അടക്കം പ്രൈവറ്റ് ബസ് അടക്കം പൊതുഗതാഗതത്തിലേക്ക് ആളുകൾ വളരെ പെട്ടെന്ന്, നമ്മൾ കണ്ടല്ലോ സർക്കാർ സ്കൂളുകളിലേക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ചേഞ്ച് ചെയ്തില്ല, അതുപോലെ സ്വന്തം വണ്ടി വീട്ടിൽ വെച്ചിട്ട് പൊതുഗതാഗതമായ KSRTCയും പ്രൈവറ്റ് ബസ്സിനെയും ആശ്രയിക്കാവുന്ന തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകും. മീൻസ് ഒരു വലിയ അഷുറൻസ് ആണ്, ഒരു ഉറപ്പാണ് നൽകുന്നത്. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ഏറ്റവും നല്ല യാത്രാ സൗകര്യം, ഏറ്റവും സുഖകരമായ യാത്രാ സൗകര്യം അത് നൽകാൻ കഴിയണം. ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കത് പ്രതീക്ഷിക്കാനാകും? മന്ത്രിയുടെ ഒരു സ്വപ്നം മാത്രമാകാം, മന്ത്രിയുടെ ആഗ്രഹം മാത്രമാകാം എന്ന് വേണമെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നാം. ഞാൻ അതിനുള്ള വഴി കണ്ടുവച്ചിട്ടുണ്ട്, കാണാതെ പറയില്ല. ഞാനൊരു കാര്യവും കാണാതെ പറയില്ല. ഞാൻ ആ വഴികളെക്കുറിച്ച് മുഖ്യമന്ത്രിയായി സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യത്തിൽ എനിക്ക് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്, ധനകാര്യമന്ത്രി അക്കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ആലോചനയ്ക്ക് ശേഷമാണ് ചെയ്യുന്നത്. കൂടി ആലോചിച്ച് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ ആശയമാണ്. ഒരു ആധുനിക കാലത്തിനനുസരിച്ചുമായ പരമാവധി ലക്ഷറി ബസ്സുകളിൽ നൽകുക എന്നുള്ളതാണ്. ബസ് സ്റ്റേഷനുകളിൽ എല്ലാ സൗകര്യവും നൽകുക. അപ്പം ഫെസിലിറ്റി കൊടുക്കുമ്പോൾ ആളുകൾ ഇതിലേക്ക് വരും. നമ്മളെ മുഷിപ്പിക്കുന്ന യാത്രകൾക്കപ്പുറം നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന യാത്രകളാക്കി യാത്രയെ മാറ്റുക എന്നുള്ളതാണ്. പരമാവധി ദീർഘദൂര സർവീസുകൾ എയർ കണ്ടീഷനിലേക്ക് മാറും. ഞാനാണ് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ സിനിമാ തിയേറ്ററും AC ചെയ്യണമെന്നും DTS വേണമെന്നും ഡിജിറ്റൽ സിനിമ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് 2011 മന്ത്രിയായിരിക്കും ശ്രമിച്ചത്. അന്ന് എല്ലാവരും എനിക്കെതിരായിരുന്നു. സിനിമാ രംഗത്തു നിന്നുള്ള ആളുകൾ, നാട്ടുകാരല്ല, സിനിമാക്കാർ എനിക്കെതിരായിരുന്നു. അതിനെതിരെ ഞാൻ രാജിവെച്ച് പോയതിൻ്റെ അന്ന് ലഡ്ഡു വിതരണം ചെയ്തവർ വരെ പിന്നീട് അവരവരെ തിയേറ്ററുകൾ AC ചെയ്യുകയും പരിഷ്കരിക്കുകയും ചെയ്തു. ഇന്ന് കേരളം ഇന്ത്യയിൽ നോൺ AC തിയേറ്റർ ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനമായി. ശരിയാണ്, നമ്മുടെ നാട്ടിൽ AC ഇല്ലാത്ത തുറന്നു വെച്ചാൽ ആര് പോവും? AC ഇല്ലാത്തൊരു തിയേറ്റർ തുറന്നു വെച്ചിട്ടുണ്ട്, ആരെ കാണാൻ പോകുന്നത് അവിടെ? അപ്പം നമ്മുടെ കാലാവസ്ഥയിൽ വന്ന മാറ്റം ഇതെല്ലാം മനസ്സിലാക്കേണ്ട. KSRTC എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഈ വന്ദേ ഭാരത് ആകെ BJP കേരളത്തിന് ചെയ്തു എന്ന് അവർ അവകാശപ്പെടുന്നത് വന്ദേ ഭാരതാണ്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കൊടുത്തപ്പോൾ ഒരെണ്ണം നമുക്കും തന്നു, കിട്ടാൻ വളരെ വൈകി. തരാതിരിക്കാൻ മാക്സിമം നോക്കി, പിന്നെ അവസാനം അന്ന് കൊടുത്തേക്കാം, ഇലക്ഷനൊക്കെ ഒരു പറ്റിച്ചേക്കാം മലയാളി എന്നും പറഞ്ഞ് ഒരു സാധനം തന്നു. അതിൻ്റെ ഹയർ ക്ലാസ്സിലാണ് തിരക്ക്. അപ്പോൾ പണം മുടക്കാൻ ജനങ്ങൾ തയ്യാറാണ്, പക്ഷേ അവർക്ക് സൗകര്യങ്ങൾ വേണം എന്നുള്ളതാണ്. KSRTCയെ മാറ്റുന്നതും അത്തരത്തിൽ തന്നെ ആയിരിക്കും. പണം മുടക്കാൻ ആളുകൾ തയ്യാറാണ്, കൂടുതൽ പൈസ പിടുങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആ പൈസയ്ക്ക് ഉള്ള മൂല്യം, ആ പൈസ ചിലവാക്കുന്ന പൈസയേക്കാൾ മൂല്യം എന്തായാലും KSRTCയിൽ നിന്ന് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ KSRTC സ്വന്തം കാലിലേക്ക് വരും. എല്ലാ വിധത്തിലുള്ള ചിലവുകളും കട്ട് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ വൈദ്യുതി വില കൂട്ടി വാങ്ങുന്നൊരു സാധനമാണ്. ഇപ്പം ഭയങ്കര വൈദ്യുതി പ്രതിസന്ധിയാണ്. റെക്കോർഡ് ഓരോ ദിവസവും റെക്കോർഡ് ചിലവാണ്. വൈദ്യുതി ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും വൈദ്യുതിയുടെ ഉപയോഗത്തിൽ എത്തിക്കഴിഞ്ഞു. അത് ഞാൻ നോക്കുമ്പോൾ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ലൈറ്റും ഫാനും ഇട്ട് വെച്ചേക്കുക. അത് അണപ്പിച്ചു. അത് അണയ്ക്കുന്ന മാത്രമല്ല, അണയ്ക്കാത്ത ഉദ്യോഗസ്ഥന് പേര് നടപടിയെടുത്തു. കാരണം അത് വേണം. നമ്മൾ ഓരോ ബൾബും ഓരോ ഫാനും ഓരോ ലൈറ്റും ആവശ്യമില്ലെങ്കിൽ അണയ്ക്കുക എന്ന് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയാണ്. അല്ല KSRTCക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഉണ്ടാകും എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ അത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണത്. ഏതായാലും ഞാൻ ഇത്രയും പറഞ്ഞു, കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിക്കുമ്പോൾ ഒരു മന്ത്രിക്ക് അതിനപ്പുറം പറയുന്നതിലുള്ള ഒരു പരിമിതിയുണ്ട്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെയൊക്കെയാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, KSRTC യാത്രകൾ നമ്മൾ ഇതുവരെ കാണാത്ത നിലയിലുള്ള സുഖകരമായ ചൂടുപിടിച്ച കാലത്തെ തണുത്ത യാത്രയുടെ ഒരു അനുഭവം പ്രദാനം ചെയ്യാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 2001 ആദ്യമായി KSRTCക്ക് എയർ കണ്ടീഷൻ, ഇന്ത്യൻ പൊതുഗതാഗത സംവിധാനം ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ആദ്യമായി എയർ കണ്ടീഷൻ ചെയ്ത ബസ് വാങ്ങിയാൽ ഞാനാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ
ഇന്ത്യയിൽ ആദ്യമായി അന്ന് 50 ലക്ഷം രൂപ വണ്ടിക്ക് വിലയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം മന്ത്രി എന്നുള്ളത് മാറിയിക്കട്ടെ, ഈ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇനി മുന്നോട്ടുള്ള നമ്മുടെ കാലത്ത് പ്രൈവറ്റ് ബസ് ആകട്ടെ, KSRTC ബസ്സാകട്ടെ, ഈ ചൂട് കൂടി ഓരോ കാലവും വരുന്ന കാലത്ത് AC അല്ലാത്ത ബസ്സുകൾ തന്നെ നിരത്തിൽ നിന്ന് മാറുന്ന, ഇപ്പം മറ്റു വാഹനങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിട്ടുണ്ട്, ചെറിയ കാറുകൾ മാനുഫാക്ചർ ചെയ്യുന്നവരുമില്ല AC ഇല്ലാതെ എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബസ് വ്യവസായം മാറാൻ പോകുന്നു എന്നാണോ കാണുന്നത്? തീർച്ചയായിട്ടും മാറും. KSRTC മാത്രമല്ല, പ്രൈവറ്റ് ബസ്സും അതിലേക്ക് വരും. KSRTC പോകുന്നതോടുകൂടി പ്രൈവറ്റ് ബസ്സും അതിലേക്ക് വരും. കാരണം നമ്മളൊരു കൾച്ചർ മാറ്റുക എന്നുള്ളത്, അല്ലാതെ നമ്മൾ KSRTCയുടെ പൈസ എടുത്ത് ചിലവാക്കും. നമ്മളൊരു ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ തിയേറ്ററുകൾ നവീകരിച്ച് കാണിച്ചപ്പോൾ കളക്ഷൻ അങ്ങോട്ട് വന്നു. അങ്ങോട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരും ആ മാർഗം സ്വീകരിച്ചു. ഞങ്ങളുടെ തിയേറ്ററിലും കളക്ഷൻ വേണം. അപ്പോൾ ആളുകൾ അവിടെ പടം കാണാൻ പോകുള്ളൂ. ഒരേ സിനിമ 2 തിയേറ്ററിൽ ചെയ്യുമ്പോൾ KTDFC നമ്മുടെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. റഷ് ചെയ്ത് അവിടെ ഫുള്ളായി. അപ്പോൾ അവരും ചെയ്തു. അപ്പോൾ അവർക്കും കിട്ടിയാണ്. അതായത് ഇപ്പോൾ മലയോര ഹൈവേ വരുന്നു, നമ്മുടെ സംസ്ഥാന പാതകൾ മികച്ചതാണ്, MC റോഡ് വരുന്നു, അതുപോലെ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നു, ദേശീയപാത വികസനം ഏതാണ്ട് അടുത്ത. അപ്പോൾ ഇവിടേക്ക് ഈ പറഞ്ഞ രൂപത്തിലേക്ക് KSRTCക്ക് കൂടി മാറാൻ കഴിഞ്ഞാൽ അല്ല, നമുക്ക് വേറെ ലെവലാവും. ഒരു ബസ് ഇപ്പം മലയോര ഹൈവേ വന്നു, വളരെ കറക്റ്റാണ്. മലയോര ഹൈവേ LDF ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അത് ഏതാണ്ട് സാക്ഷാത്കരിച്ച് കഴിഞ്ഞു. പിന്നെ MC റോഡ് വളരെ മനോഹരമായി കിടക്കുകയാണ്. മലയോര ഹൈവേയിലേക്ക് കുറേ ട്രാഫിക് ഷിഫ്റ്റ് ആവുന്നതോടുകൂടി MC റോഡിൽ കുറച്ചുകൂടി ഫ്ലോ വരും. ഈ ചില സ്ഥലങ്ങളിൽ പന്തളം, ചെങ്ങന്നൂർ ഭാഗത്ത് ഒരുപാട് ട്രാഫിക് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതെടുത്ത് കളഞ്ഞാൽ മതി. അതെടുത്ത് കളഞ്ഞിട്ട് മാനുവലി വിട്ടാൽ ഈ കുരുക്കഴി, പ്രധാന കുരുക്ക് വരുന്ന പന്തളത്തും ചെങ്ങന്നൂരുമാണ്. ഈ 2 സ്ഥലത്തെയും ട്രാഫിക് ലൈറ്റ് എടുത്ത് കളഞ്ഞാൽ മതി. അത് ഇത് അടുത്ത കാലത്ത് വന്ന കുരുക്കാണ്. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. അടുത്ത കാലത്ത് വന്ന ഈ ട്രാഫിക് ലൈറ്റ് വന്നു വെച്ചതിന് ശേഷം വന്ന കുരുക്കാണ്. അവിടെ മാനുവലായിട്ട് അങ്ങ് വിട്ടാൽ, അല്ലെങ്കിൽ ഒരു AI ക്യാമറ സംവിധാനമുണ്ട്. അതായത് ഈ 2 വശത്തും വരുന്ന വണ്ടികളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ, ക്യാമറയിൽ വണ്ടി ഇല്ല എന്ന് കണ്ടാൽ മെയിൻ റോഡിലേക്ക് റെഡ് മാറ്റി ഗ്രീൻ കത്തി കൊടുക്കും. അങ്ങനെ ഒരു കണ്ടുപിടുത്തമായ ഒരു ടീം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർക്ക് പരീക്ഷിക്കാൻ അവസരം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ക്യാമറ വയ്ക്കണം, ആ ക്യാമറയിൽ കാണാം അവിടെ വണ്ടിയില്ല. അത്ര ആധുനികമായ കണ്ടുപിടുത്തങ്ങളുണ്ട്, അത് ഉപയോഗിക്കണം. അല്ലാതെ ഈ പന്തളത്തും ചെങ്ങന്നൂരും ഒഴിച്ചാൽ, ബാക്കി കൊട്ടാരക്കര ടൗൺ, ഈ സ്ഥലം ഒഴിച്ചാൽ നമുക്ക് പാസ് ചെയ്യാൻ വെഞ്ഞാറമൂട്, ഇങ്ങനെ 2 സ്ഥലങ്ങൾ. വെഞ്ഞാറമൂടിൽ ഒരു ഓവർ ബ്രിഡ്ജ് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ പണി തുടങ്ങുമെന്നാണ് MLA പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞാൽ കൊട്ടാരക്കരയിൽ ഒരു ഓവർ ബ്രിഡ്ജ് വേണമായിരുന്നു. വന്നാൽ പെട്ടെന്ന് കടന്നു പോകാമായിരുന്നു. ഈ ഒരു കുരുക്കൊഴിച്ചാൽ ഇപ്പോൾ മലയോര ഹൈവേ വളരെ ഈസിയാണ്. പുനലൂരിൽ നിന്ന് വിട്ടാൽ വളരെ സുഗമമായിട്ട് നമുക്ക് പിന്നെ പൊൻകുന്നം, മൂവാറ്റുപുഴ, തൊടുപുഴ അങ്ങനെ പോകാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് അത് നമ്മൾ ഇതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നഷ്ടപ്പെട്ടു പോയൊരു പ്രോജക്റ്റാണ്. 2000-ൽ സ്ഥലമെടുത്തിട്ടതിന് ശേഷം, അന്ന് സഖാവ് നായനാര കാലത്ത് എടുത്തിട്ടതാണ് അന്ന്. ആ സ്ഥലം പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു. കഴിഞ്ഞ 18-20 വർഷത്തോളം ഒരു മെയിൻ്റനൻസ് മാത്രം ചെയ്ത് ശബരിമലയിലേക്കുള്ളൊരു പ്രധാന പാത അങ്ങനെ കിടക്കുകയായിരുന്നു. അതിൽ ഒന്നാം പിണറായി സർക്കാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും അന്നത്തെ PWD മന്ത്രി G. സുധാകരനും ശ്രീ തോമസ് ഐസൻ കൂടി ചേർന്നുകൊണ്ട് വേൾഡ് ബാങ്കിനെ തിരിച്ചു കൊണ്ടുവന്നു ഈ പദ്ധതി ഏറ്റെടുക്കുക. അങ്ങനെ 280 കോടിയുടെ ഈ പദ്ധതി പൂർത്തിയായപ്പോഴാണ് മലയോര ഹൈവേയുടെ ഒരു ഏറ്റവും വലിയ ഉപയോഗം വരുന്നത് അവിടെയാണ്, മലയോര ഹൈവേയിൽ. അപ്പോൾ അതുവഴിയാണ് ഈ തരം സർവീസുകൾ ആദ്യം ആരംഭിക്കാൻ പോകുന്നത്. അതുപോലെ ദേശീയപാത അടുത്ത വർഷമാകുന്നതോടുകൂടി, ദേശീയപാത ഒരു നവംബറോടുകൂടി ഒരുവിധം റെഡിയായാൽ നമുക്കുള്ള ഗുണം, തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി കോഴിക്കോട് പോകാൻ 41 സീറ്റും ഫുള്ളാണെങ്കിൽ വണ്ടി എവിടെയും നിർത്തണ്ടാവുന്നതാണ്. ഒരു ഡിപ്പോയിൽ നിർത്താതെ എവിടെയെങ്കിലും ഒന്ന് ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തും എന്നുള്ളത് വെച്ചാൽ, ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, ബാക്കി കാര്യങ്ങൾ വണ്ടി നിർത്താതെ പോകുക. അപ്പോൾ നമ്മൾ വീട്ടിൽ സ്വന്തം കാറെടുത്ത് പോകുന്നതിനേക്കാൾ സൗകര്യപ്രദമായി കോഴിക്കോട് പോയി ഇറങ്ങാം. അപ്പോൾ ഒരു KSRTCയുടെ ഒരു കൾച്ചർ തന്നെ, പല റോഡ് മാറുന്നതിനനുസരിച്ച് KSRTC മാറാൻ പോകുന്നു. റൈറ്റ്, നമുക്ക് ഏതായാലും നിൽക്കാൻ അതവിടെ നിർത്താം. കാരണം ഇനി ബാക്കിയൊക്കെ നമ്മൾ ഇനി വരുന്ന മാസങ്ങളിൽ നേരിട്ടറിയാൻ പോകുന്ന കാര്യങ്ങൾ. അത് ഈ പൂരക്കാലമാണ്, തൃശ്ശൂർ പൂരത്തിൻ്റെ മാസമാണല്ലോ ഇത്. അപ്പോൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്ന ഈ കേരളത്തിൽ ഒരു LDF ട്രെൻഡ് എന്ന് മിനിസ്റ്റർ സൂചിപ്പിച്ചു. കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് കൊല്ലം, അതുപോലെ മാവേലിക്കര മണ്ഡലങ്ങളാണല്ലോ. എങ്ങനെയുണ്ട് മുകേഷ്? പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നിരന്തരം MP ആയ ഒരാൾക്കെതിരെ മുകേഷിനെ സത്യസന്ധമായ അഭിപ്രായം പറയാം, വളരെ വ്യക്തിപരവും സത്യസന്ധമായിട്ട്. ഞാനിത് ദൂരെ മാറിയുന്ന സാധാരണ ഒരു MLA ആയിട്ടോ ഒരു മന്ത്രിയായിട്ടോ ഒരു ആളായി, ഒരു പൗരൻ നിലയിൽ മാറിയെന്ന് വിലയിരുത്തുമ്പോൾ, ഞാൻ സത്യത്തിൽ മുകേഷ് ആദ്യം കാൻഡിഡേറ്റ് ആയിട്ട് വരുമ്പോൾ സ്ഥിരമായി ജയിക്കുന്ന ഒരു UDF സ്ഥാനാർത്ഥിക്കെതിരെ എങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറയുന്നത്, മുകേഷിൻ്റെ LDF സ്ഥാനാർത്ഥി എന്നുള്ള മുകേഷിൻ്റെ മുന്നേറ്റം, പ്രത്യേകിച്ച് ഞങ്ങളുടെ കിഴക്കൻ മേഖല, ചടയമംഗലം, പുനലൂർ, ഈ ഭാഗങ്ങളിൽ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞങ്ങളുടെ മണ്ഡലങ്ങളോട് ചേർന്ന് കിടക്കുന്നത്, ഞാൻ ഈ പുനലൂർ മണ്ഡലത്തിലെ ആര്യങ്കാവ് തെന്മല പഞ്ചായത്തിൻ്റെ MLA ആണ് ആദ്യം.
അപ്പോൾ അത് പത്തനാപുരത്തിൻ്റെ കൂടെയായിരുന്നു. അവിടെയൊക്കെ നല്ല നിലയിൽ മുകേഷിൻ്റെ ഒരു ജനങ്ങളെ ഇമ്പ്രസ് ചെയ്ത് നമ്മുടെ കാൻഡിഡേറ്റിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു. ഇപ്പോൾ ഉദാഹരണം 39,000 വോട്ടിനാണ് പുനലൂരിൽ സുബാലി ജയിച്ചത്. ആ ഭൂരിപക്ഷത്തിൻ്റെ 3 മുകേഷിന് കിട്ടിയാലും മുകേഷ് ജയിക്കില്ലേ? സാധാരണ പ്രേമചന്ദ്രന് ലീഡ് കിട്ടുന്ന സ്ഥലങ്ങൾ. അവിടെ 39,000 വോട്ടിനാണ് സുബാൽ ജയിച്ചത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്. സുബാൽ MLA ആയിട്ട് തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ ഒരു 1/3 കിട്ടിയാൽ മുകേഷ് ലീഡ് ചെയ്യില്ലേ? മറ്റു മണ്ഡലങ്ങളോ ഈ കിഴക്കൻ മേഖലയിലെ പോലെ UDF നിരന്തരമായി UDF ഇവിടെ നിരന്തരമായിട്ട് ചടയമംഗലം LDF വളരെ അനുകൂലമായിട്ടുണ്ടല്ലോ. അവിടെയും തീർച്ചയായിട്ടും മുകേഷ് നന്നായി ലീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായി പോവുകയും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF അനുകൂലമായി അതങ്ങനെ സംഭവിക്കില്ല എന്ന് സംഭവിക്കില്ല. കാരണം ഞാൻ ആദ്യം കരുതിയിരുന്നത് കൊല്ലത്ത് നിന്ന് മുകേഷ് എത്തുമോ എന്നുള്ളത്. പക്ഷേ മുകേഷ് പ്രചരണത്തിൽ എല്ലാവരെക്കാളും മുമ്പിലെത്തി എന്നുള്ളതാണ്. പക്ഷേ എനിക്കതൊരു അപകടം മണക്കുന്നൊരു കാര്യം ഞാൻ പറയാം. അതിലൊരു അപകടമാണ്, പൊളിറ്റിക്കൽ അപകടം മണക്കുന്നുണ്ട്. അതായത് BJP സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വളരെ വൈകി, വളരെ ലേറ്റായി. അവസാന ഘട്ടത്തിൽ ഒരാളെ കൊണ്ടുവരായിരുന്നു. ആ ആൾ പറയുന്ന അദ്ദേഹത്തിന് കൊല്ലമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞമ്മയുടെ അനിയത്തിയുടെ മോൻ്റെ മോളൊരാൾ കൊല്ലത്ത് കല്യാണം കഴിച്ചുകൊണ്ടെന്നാണ്. അപ്പോൾ അത്രയും വളരെ അടുത്ത ബന്ധം. കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയുടെ വല്യമ്മ ഭർത്താവിൻ്റെ അനിയത്തിയുടെ മകളുടെ മകനൊരാൾ കൊല്ലത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആളെ കണ്ടുപിടിച്ചോ എന്തോ? അല്ല, ഇയാൾക്ക് പരിചയമില്ല. ഇയാളങ്ങനെ ആരുമായിട്ട് പരിചയമുള്ള ആളല്ല. ഈ പുള്ളി ഈ ഷോയേ ഉള്ളൂ. അപ്പോൾ അതൊരാൾ വന്ന് ചാടി. മാത്രമല്ല SDPI പിന്തുണ വേണ്ട എന്ന് പ്രേമചന്ദ്രൻ ഒരിക്കലും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം SDPIയുടെ വോട്ടുകൾ UDF ബുക്ക് ചെയ്തിട്ടുണ്ട്. SDPIയുമായി ചേർന്നാണ്, വെൽഫെയർ പാർട്ടിയുമായിട്ടൊക്കെ ചേർന്നിട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് കാരമൂട് വാർഡ്, ഒരു ഉദാഹരണം ഞാൻ പറയാം, എല്ലാം തെളിവോടെ പറയണമല്ലോ. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരമൂട് വാർഡിൽ വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ് പഞ്ചായത്തിൽ നിന്ന് ജയിച്ചത്. അപ്പോൾ അന്നേ ഉണ്ട് ഒരു ബന്ധം ഇതുപോലുള്ള സംഘടനകളുമായി. അപ്പോൾ SDPI കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ SDPI മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ പത്തനാപുരം നിയമമണ്ഡലത്തിൽ SDPIക്ക് ഒരു 3000 വോട്ടുണ്ട്. അത് പാർലമെൻറ്റ് ഇലക്ഷൻ വന്നാലും മുൻകാലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അസംബ്ലി ഇലക്ഷനിലും അത് പിടിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ 600 വോട്ടേ പിടിച്ചു. ബാക്കി 2500 വോട്ടും കച്ചവടം നടത്തി. അത് കോൺഗ്രസ് വാങ്ങിക്കുകയായിരുന്നു. വാങ്ങിച്ചു. BJPയുടെ കുറേ വോട്ട് കോൺഗ്രസ് വാങ്ങിച്ചു. ഇവിടെ അത് സംഭവിക്കും എന്ന് ഞാൻ സംശയിക്കുന്നു. കൊല്ലം ജില്ലയിൽ മുകേഷിന് എതിരെ എന്തെങ്കിലും ഒരു സംഭവം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം UDF സ്ഥാനാർത്ഥി BJPയുമായി വെച്ചിരിക്കുന്ന നല്ല ബന്ധമാണെന്നുള്ള കാര്യം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി. BJPയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ പോപ്പുലറായിട്ട് നയിക്കാൻ പറ്റുന്ന, വളരെ സോഫ്റ്റായിട്ട് നയിക്കാൻ കഴിയുന്ന നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണ്. പഞ്ചായത്ത് തൊട്ട് മത്സരിച്ച് കെട്ടിവെച്ച് കാശുപോയ ഒരുപാട് നേതാക്കന്മാർ BJPയിലുണ്ടല്ലോ, പഴയ ആൾക്കാർ. അവരെ ആരെയും നിർത്താതെ. കൊല്ലത്തൊന്നും ആരും വന്നിട്ടില്ല. തിരുവനന്തപുരത്തുനിന്ന് ഒരാളെ ഒരു പേരും ഷോയ്ക്ക് വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആൾക്കാണെങ്കിൽ ഈ സ്ഥലമായി യാതൊരു ബന്ധമില്ല. പിന്നെ പുള്ളി കശുവണ്ടി ഫാക്ടറി നേട്ടൊക്കെ കേട്ടു. അതിൻ്റെ പേരിൽ ഏണ്ടൊക്കെ പറയുന്നത് കശുവണ്ടി പരിപ്പ് എന്നുള്ള പരിചയമല്ലാതെ ഇതുമായിട്ട് ആരും ബന്ധം തരുന്നില്ല. കശുമാവ് പോലും കണ്ടിട്ടില്ല. അയാളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. SDPI സൈലൻ്റാണ്. അല്ല, പക്ഷേ BJPയുടെ പ്രവർത്തനവും സൈലൻ്റ് ആണല്ലോ. എവിടെയാണ് ഈ മണ്ഡലത്തൊന്ന് യാത്ര ചെയ്ത് നോക്കൂ, BJPയുടെ സജീവ പ്രവർത്തനം എവിടെ കാണുന്നത്? അത് മാവേലിക്കരയിലും കാണുന്നില്ല. ഈ പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ, UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ SDPI വോട്ട് സമാഹരിക്കുന്നതിനെക്കുറിച്ചും BJPയെ ചേർത്ത് നിർത്തുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സമീപകാലത്ത് താങ്കളുടെ പ്രസംഗങ്ങളിൽ ഏറ്റവും അധികം വൈറലായ ഒരു വാചകമുണ്ട്. സ്ഥാനാർത്ഥിയുടെ പൂജാമുറിയിൽ ചെന്ന് നോക്കിയാൽ മോദിയുടെ ചിത്രവും കാണും എന്ന് പറയുന്ന നിലയിലൊരു വളരെ ശക്തമായിരുന്നു അന്നത്തെ എന്തായിരുന്നു വിരുന്നിൽ, മധ്യാഹ്ന വിരുന്നോ, അതിലെന്തായിരുന്നു സംസാരിച്ചവർ തമ്മിൽ? അതുകൊണ്ടാണോ BJP സ്ഥാനാർത്ഥി വരാൻ താമസിച്ചത്? ഇവിടെ വലിയ ബന്ധങ്ങളില്ലാത്ത ഒരാളെ കൊണ്ട് ഇറക്കിയതും. പ്രചരണത്തിൽ BJP പുറകിലാണ്. BJP വലിയ ഒന്ന് കണ്ടു നോക്കൂ, കൊല്ലം മണ്ഡലം മുഴുവൻ പോയി നോക്കൂ, അവരൊരു സൈലൻ്റാണ്. SDPയെ കാണാനില്ല, SDPI സ്ഥാനാർത്ഥി ഇല്ല, അവരെ കാണാനില്ല. UDFനാണ് പിന്തുണ എന്ന് പറയുന്നു. വേണ്ടാന്ന് ചിലർ വെറുതെ പറയുന്നു. പക്ഷേ വേണ്ടെന്നാണ് പറയുന്നത്. മോദി ഭക്തി അത്ര കൂടുതലാണോ? ആരാധകനാണ്. കാരണം കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി ഒഴിവാക്കാനേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. പ്രധാനമന്ത്രി ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിനും പങ്കെടുക്കണം, പ്രധാനമന്ത്രിയും പങ്കെടുക്കണം. മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും ഒന്ന് സംസ്ഥാന PWD മന്ത്രിയും ഒന്ന് ഒഴിവായി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച ആളാണെന്ന് മറക്കരുത്. അദ്ദേഹം കേന്ദ്ര പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിക്ക് വേണ്ടി ഉദ്ഘാടനം പ്രഖ്യാപിക്കും. അതൊക്കെയാണല്ലോ ഈ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുമായി നല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ പ്രതിഫലിക്കുന്നത് അവരാ വീട്ടിൽ ആഹാരം കഴിക്കാൻ വിളിച്ചു പോയി, അതൊന്നും ഒരു തെറ്റല്ല. അതൊന്നും ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല. അത്രയും നമ്മൾ ജീപ്പായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ BJP
എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ താമസിച്ചത്? ഇവിടുത്തെ കാര്യമൊന്നും കിട്ടിയില്ലയോ? കൊല്ലത്ത് BJP ഇല്ലാത്തതുകൊണ്ടാണോ? ഓക്കെ. അപ്പോൾ അപ്പോൾ ഒരു അപകടം, അതിൻ്റെ പൊളിറ്റിക്കൽ അപകടം കണക്കേണ്ടത് ഈ രണ്ട് കാര്യം. ഒന്ന് BJPയെ സ്വാധീനിച്ചിട്ടുണ്ട്, ഒന്ന് SDPയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വന്നാലോ? മാവേലിക്കര മണ്ഡലം മണ്ഡലത്തിൽ വന്നാലും BJPയുടെ പ്രചരണങ്ങൾ പിന്നെ നോക്കൂ. BJPയെ സ്വാധീനിച്ചിരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. BJP SDPയെ പിടിച്ചിട്ടുണ്ട്. ഞാൻ എണ്ണുമ്പോൾ നിങ്ങൾ കണ്ടോളൂ, ഈ 10,000 നിയമനം മാത്രം എടുക്കാം. 3000 വോട്ട് SDPക്ക് ഉള്ളതാണ്. അതെത്ര കുറയുന്നോ അത് കഴിഞ്ഞ കാലങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുമ്പോഴും ഞാൻ മത്സരിക്കുമ്പോഴെല്ലാം ഈ 3000 വോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ആ 3000 വോട്ടിൽ ഒരു വലിയ ചോർച്ച ഉണ്ടായത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ. അത് കോൺഗ്രസ്സാണ് കൊണ്ടുപോയത്, UDF ആണ് കൊണ്ടുപോയത്. ഈ പ്രാവശ്യവും അത് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോരും. BJPയുടെ വോട്ടും കൊടിക്കുന്നിൽ സുരേഷ് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. അത് ഈ രണ്ട് UDFും BJPയും SDPയും പോലുള്ള സംഘടനകളും തമ്മിൽ ഒരു ചെറിയ ധാരണ, ഒരു അന്തർധാര ഉണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ അത് പറയുമ്പോൾ നോക്കൂ, UDF ചെയർമാൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ, ഹിന്ദു വർഗീയ വോട്ടുകളും വേണ്ട, മുസ്ലിം മതമൗലികവാദികളുടെ വോട്ട് വേണ്ട എന്ന് VD സതീശൻ തന്നെ പറഞ്ഞില്ലേ? പ്രേമേന്ദ്രൻ പറഞ്ഞില്ലല്ലോ. സ്ഥാനാർത്ഥി സതീശൻ മത്സരിക്കുന്നില്ലല്ലോ. സതീശൻ എന്നും പറയാമല്ലോ. സതീശൻ പറയുന്ന മുമ്പേ പറഞ്ഞത് പുലി വരുന്നേന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. സതീശൻ അറിയാം. അതുകൊണ്ട് സതീശൻ പറഞ്ഞാൽ അത്ര മുകളിലേക്ക് എടുക്കണ്ട. കാരണം ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് എല്ലാ ദിവസവും 11 പറയും. അത് കാര്യമാക്കണ്ട. പക്ഷെ സ്ഥാനാർത്ഥി വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. സ്ഥാനാർത്ഥി ധൈര്യസമേതം അത്തരമൊരു തീവ്ര മത സ്വഭാവങ്ങളുള്ള, വർഗീയ സ്വഭാവമുള്ള പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് സ്ഥാനാർത്ഥി പറഞ്ഞില്ലല്ലോ. RSP പറഞ്ഞില്ലല്ലോ. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞില്ലല്ലോ. അതെന്താ? അപ്പോൾ അവർക്ക് വേണം. അവരുടെ വാദം ഏത് വിധത്തിലും ജയിക്കാന്നുള്ള അവരപ്പോൾ ചോദിച്ചാൽ അത് പറയാവുന്ന ഒരു സാധ്യത എന്ന് വെച്ചാൽ വോട്ട് അത് വ്യക്തികളുടേതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആരും വോട്ട് ചെയ്യാം എന്ന് പറയുന്ന നിലയിലൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ആര് വേണം വോട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഏത് ക്രിമിനലിനെയും വോട്ട് വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊന്നും ഒരു തത്വദീക്ഷയില്ലാത്തവരെ ജയിപ്പിക്കരുതെന്ന് മാത്രമേ LDF പറയുന്നുള്ളൂ. ഞാൻ പലപ്പോഴും പറയുന്നത് ഇത്തരം തത്വദീക്ഷയില്ലാത്ത ആളുകളെ, വാക്കിന് വ്യവസ്ഥയില്ലാത്തതും തത്വദീക്ഷയില്ലാത്തതും നാട്ടുകാരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ആളുകളെ നമ്മൾ വിജയിപ്പിക്കാൻ. താങ്കൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നൊരു വീഡിയോ ഉണ്ട്. SDP വോട്ട് വേണോ എന്ന് ചോദിക്കുമ്പോൾ K മുരളീധരൻ താങ്കൾ ഈ പറഞ്ഞ ടോണിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പുറത്തൊരു ചായയും കുടിച്ച് സുനിൽകുമാർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ട, RSSൻ്റെ വോട്ടും വേണ്ട, SDPയുടെ വോട്ടും വേണ്ട എന്ന് പറഞ്ഞ നിലയിൽ പറയുന്നത്. അത് അയാളും സ്ഥാനാർത്ഥിയല്ലേ? ഈ സുനിൽകുമാർ എന്ന് പറഞ്ഞ ആൾ സ്ഥാനാർത്ഥിയല്ലേ? അദ്ദേഹം അത് വേണ്ട എന്ന് പറയാനുള്ള, അത് എനിക്ക് ജനാധിപത്യ വിശ്വാസികളെ, മതേതര വിശ്വാസികളെ വോട്ട് മതി എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത് അത്രത്തോളം ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഉണ്ട് എന്ന കോൺഫിഡൻസാണ്. ആ കോൺഫിഡൻസാണ്. മറ്റവർക്കതില്ല. ആരുടെ വോട്ട് കിട്ടിയാലും ജയിച്ച് കയറിയാൽ മതി, നമ്മളെ കാര്യം നടന്നാൽ മതി എന്നുള്ളൊരു സ്വാർത്ഥതയുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് എല്ലാ വോട്ടും വന്നോട്ടെ എന്ന് പറയുന്നത്. അതൊരു ന്യായം. ഇലക്ഷനിൽ വേണ്ടെന്നങ്ങനെ പറയുന്നവർ അത് ന്യായം തന്നെ, വേണ്ടെന്ന് പറയണ്ട. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സ്ഥാനാർത്ഥികളുടെ ഈ ചെയ്ത്തൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ കണ്ട എങ്ങനെ പറയാതിരിക്കും എന്ന മട്ടിൽ ചിലത് പറഞ്ഞു പോകുന്നത്. കാരണം വെച്ചാൽ നമ്മളിത് ട്രോൾ അടിക്കുന്നവരുടെ മാത്രമല്ല, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും ഇത് അരോചകമായി തോന്നിയാണ്. കാരണം ഈ പലരും മനസ്സിലാക്കേണ്ടത് എവിടെ അഭിനയിക്കുന്നത് പഠിക്കണം. എവിടെയാണ് അഭിനയിച്ചത്? ക്യാമറയുടെ മുമ്പിലാണോ അഭിനയിക്കേണ്ടത്, ജീവിതത്തിലാണോ അഭിനയിക്കുക? ക്യാമറയുടെ മുമ്പിലും ഓവർ ആക്ട് ചെയ്യുക, ജീവിതത്തിലും ഓവർ ആക്ട് ചെയ്യുക. രണ്ടും ചെയ്യരുത്. രണ്ടും കൃത്രിമത്വം. ക്യാമറയുടെ മുമ്പിലും കൃത്രിമത്വം, ക്യാമറ മാറിക്കഴിഞ്ഞാൽ അവിടെയും കൃത്രിമത്വം. കുറച്ച് നാച്ചുറലായ നന്നായിരിക്കും. ഇത് പറയുമ്പോൾ ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആയ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാകെ ഏത് നിലയ്ക്കാണ്, വല്ലാതെ എങ്ങനെ പറയാതിരിക്കും എന്ന് തോന്നി പലതും പറഞ്ഞ പോലെ തോന്നി. പ്രത്യേകിച്ച് പിന്നെ ഇഫ്താറിൻ്റെ സമയത്ത് അല്ലെ പള്ളിയിലേക്ക് പോയത്. അതല്ലേ കറക്റ്റല്ലേ? കാരണം വെച്ചാൽ പള്ളിയിലേക്ക് പോകുന്നു. ഇപ്പം ഞാൻ എല്ലാ പള്ളികളും 24 വർഷമായിട്ട് 23 വർഷമായിട്ട് MLA. പത്തനാപുരത്തെ എല്ലാ പള്ളികളിലും കയറി ചെല്ലാനും അവരുമായിട്ട് സംസാരിക്കാനും അവിടെ വരുന്നവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളും പരിചയക്കാരും ഇല്ല. അവിടെ വരുന്ന നിസ്കരിക്കാൻ പറ്റുന്നവരും അവിടുത്തെ ഉസ്താദുമാരും എല്ലാം ഞാനുമായിട്ട് നല്ല സൗഹൃദമുള്ള. പക്ഷേ ഇന്ന് കരുതി ഒരു തിരഞ്ഞെടുപ്പ് വന്നൊന്നും ചാടി കയറി അകത്ത് കയറാം. അതിൻ്റെ നമ്മൾ നിൽക്കേണ്ട ഒരു പള്ളിയിൽ പോയാൽ, ദേവാലയത്തിൽ പോയാൽ അവരവർ നിൽക്കേണ്ടത്. ഇപ്പം ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ പോയി അൾത്താരയ്ക്കകത്ത് ചാടി കയറാം. MLA എന്ന് പറഞ്ഞാൽ അൾത്താരയ്ക്കകത്ത് ചാടി കയറാൻ പറ്റും? പാടില്ല. അത് വൈദികന് മാത്രമുള്ള സ്ഥലമാണ്. ഒരു അമ്പലത്തിൽ പോയി ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് എനിക്ക് ഇദ്ദേഹം സുരേഷ് ഗോപി പൂണൂലിട്ട് നമ്പൂരി ആവണമെന്ന് പറയുക, പിന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുക, പിന്നെ പൗരത്വ നിയമത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക, അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിരിക്കുന്നത് പ്രഖ്യാപിക്കുക, വിദേശത്തുനിന്ന് വന്ന പൗരന്മാരെ തിരഞ്ഞിറക്കി നാട്ടിൽ നിന്ന് ഓടിപ്പിക്കും എന്ന് പറഞ്ഞ സുരേഷ് ഗോപി. നാണമുണ്ടോ വൈകിട്ട് ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് ആദ്യമായിട്ട് നോമ്പ് കഞ്ഞി കുടിക്കുന്നത്, അതിനുള്ളൊരു ചടങ്ങൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ആ വീഡിയോ അത് അങ്ങനെ തന്നെ തോന്നിപ്പിച്ചു എന്നാണ് നമുക്ക് അറപ്പ് തോന്നി. കാരണം വെച്ചാൽ അത് ആകർഷണം തോന്നിയില്ല, അറപ്പ് തോന്നിയാണ് ചെയ്യുന്നത്. പിന്നെ ഈ
അദ്ദേഹം തന്നെ ഒരു വേറൊരു ചിത്രം ഞാൻ കണ്ടു. അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇങ്ങനെ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ പാവപ്പെട്ട ഒരു സ്ത്രീ ഓടി അടുത്ത് ചെല്ലുന്നു. അവരെ അദ്ദേഹത്ത് തൊട്ടാൽ അശുദ്ധി വരും. ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നത് അടുത്തൊരു ജന്മം നമ്പൂനാനായി നമ്പൂതിരിയായി ജനിക്കണം എന്ന സാധനമാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം തൊഴുന്നതല്ലാതെ ആ സ്ത്രീക്ക് ഒരു വ്യക്തി കൈ കൊടുക്കുന്നില്ല. അവർ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാറി മാറി പോകണം, പുറമോട്ട് വലിയ. എന്നിട്ട് അമ്പലത്തിരിക്കുന്ന ദൈവം തൊട്ടാന്ന് വെച്ചാൽ അമ്പലത്തിരിക്കുന്ന ദൈവത്തിന് എന്താ അശുദ്ധി? ഒരശുദ്ധി. യഥാർത്ഥ ദൈവവിശ്വാസി അല്ല അതും ഷോയാണ്. ഈ അമ്പലത്തിൽ പോകുന്നതും ഒരു തുണിയൊക്കെ ഇട്ട്, തുണി ഇടാതെ പോയാലും മതി, ഉടുപ്പ് ഊരിയിട്ട് അവിടെ തോളി ഇട്ടുകൊണ്ട് പോയാലും നമുക്ക് അമ്പലത്തിൽ പോയാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇതിനേക്കാളൊക്കെ വലിയ ദൈവവിശ്വാസി, അന്ധവിശ്വാസിയല്ല. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞ് ആ സ്ത്രീ അങ്ങ് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ആ വയസ്സായ അമ്മ പോയി കഴിയുമ്പോൾ അദ്ദേഹം വളരെ കാലമായിട്ട് നടന്നു പോയി. അപ്പം പാവപ്പെട്ടവൻ ദേഹത്ത് തൊട്ടാൽ അശുദ്ധി ഉണ്ടാകുന്ന ആൾ അവൻ്റെ വോട്ട് വേണം. പാവപ്പെട്ട അമ്മയുടെ ശരീരത്തിൽ അവർ സ്പർശിച്ചാൽ അശുദ്ധി ഉണ്ടായി ദൈവം അനുഗ്രഹിക്കാതിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസിക്ക് ഈ പാവപ്പെട്ട സ്ത്രീയുടെ വോട്ട് വേണം. അതാണ് എൻ്റെ ചോദ്യം. അല്ല, അത് വേണമല്ലോ, ഉറപ്പല്ലേ, തെരഞ്ഞെടുപ്പല്ലേ? അത് പറയാം, രണ്ടും കൂടി ചേർന്ന്. അല്ല, അദ്ദേഹം ഷേക്കാൻഡ് കൊടുത്താൽ എൻ്റെ ഐശ്വര്യം പോകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. തെരഞ്ഞെടുപ്പില്ലേ ഒരു ഷേക്കാൻഡ് ഷേക്കാൻഡ് എന്നിട്ട് മറ്റേ സാനിറ്റൈസർ അടിക്കരുത്, മൈക്കിനും അടിക്കുന്നു. മൈക്കിനും അടിക്കുന്നുണ്ട്. അത് കണ്ടിരുന്നോ? അതൊക്കെ ഉണ്ട്, എല്ലാം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഈ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരാളല്ലല്ലോ അദ്ദേഹത്തിൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടും, അദ്ദേഹത്തിന് മകളുടെ വിവാഹം പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കോടിയേരി സഖാവിൻ്റെ മകൻ്റെ വിവാഹത്തിന് പോയതാണ്. നിശ്ചയത്തിനെ വിളിച്ച് വളരെ കുറച്ച് പേരേ ഉള്ളായിരുന്നു, 50-60 പേരേ ഉള്ളായിരുന്നു. മസ്കറ്റ് ഹോട്ടലിൽ ഒരു മുറിയിൽ ഒരു ഹാളിൽ വെച്ച്, ചെറിയൊരു ഹാളിൽ വെച്ചായിരുന്നു. ബിനീഷിൻ്റെ കല്യാണത്തിന് മുമ്പ് പെട്ടെന്ന് അദ്ദേഹം നമ്മളെ വിളിച്ച്, ഞാൻ പോയിരുന്നു, എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പമുള്ളവരെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഇത് നിശ്ചയം മാത്രമല്ല, മകൻ്റെ വിവാഹം കൂടി ഇവിടെ അങ്ങ് നടത്തുകയാണ്, എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു, താലിയം കെട്ടി, അവിടെ വെച്ച് വിവാഹം. ഇത് വിവാഹം പ്രധാനമന്ത്രി വരുന്നു. പ്രധാനമന്ത്രി അതിനേക്കാളും തൻ്റെ പാർട്ടി പ്രവർത്തകനായ ഒരാളുടെ മകളുടെ വിവാഹം, അത് സിനിമാ നടനാവട്ടെ, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കാം. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പ്രധാനമന്ത്രി കല്യാണം ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ, വലിയ സെലിബ്രിറ്റിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വിവാഹം പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഒരു ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് മാറ്റി. നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ റോഡ് ഷോയും, അതൊക്കെ ഒരു മോശമാണ്. കാരണം പ്രധാനമന്ത്രി ചെയ്തത് മോശമാണ്, ഇയാൾ ചെയ്തത് മോശമാണ്. മകളുടെ വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബപരമായ സ്വകാര്യപര വിവാഹമാണ്. അതിൻ്റേതായ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. എൻ്റെ മകളുടെ വിവാഹം ഞാൻ നടത്തുന്നു എന്ന് പറയുമ്പം അവിടെ ഒരു ഗുരുവായൂർ വെച്ച് നടത്താം, ഇവിടെ വെച്ച് വേണം നടത്താം. എല്ലാവരും കാണുന്നൊരു സ്വപ്നമാണ്. അതൊരു ആഘോഷമായി, അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി. അല്ല, സത്യത്തിൽ ലോക്സഭാ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശരിക്കും അങ്ങനെ രാഷ്ട്രീയം ദർശിക്കാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി എന്നൊരു തോന്നൽ എല്ലാവരിലേക്കും വരുത്തുന്ന ഒരു വിളംബരം അതിനകത്തുണ്ടായിരുന്നു. മോദി തന്നെ വരുന്നു, സുരേഷ് ഗോപി അവിടെ, അത് കഴിഞ്ഞ് അദ്ദേഹം ദിവസം അവിടെ റോഡ് ഷോ നടത്തുന്നു. അതെല്ലാം അതിനനുബന്ധമായ ഒരു ജില്ലയിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുള്ള വിവാഹവും അതിനനുബന്ധമായ അത് ഒരുപക്ഷെ അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പറഞ്ഞാൽ പോലും പ്രധാനമന്ത്രിയെ പോലും ഒരാളത് ഒഴിവാക്കേണ്ടതാണ്. അത് കാരണം വെച്ചാൽ ഒരു പ്രവർത്തകൻ, നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന പ്രവർത്തകൻ്റെ മകളുടെ കല്യാണം രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുക, കല്യാണം രാഷ്ട്രീയത്തിന് ഉപയോഗിച്ച് ഇലക്ഷൻ ജയിക്കാൻ നോക്കുന്ന അച്ഛന്, ഇത് രണ്ടും തെറ്റാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ED, ഇലക്ട്രൽ ബോണ്ട്. അതായത് ആദ്യം ED അയക്കുക, എന്നിട്ട് പിന്നാലെ കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ കൈപ്പറ്റുക എന്നുള്ള ഏറ്റവും വലിയ ആക്ഷേപം മോദി സർക്കാർ BJP നേരിടുന്നു. അതിൻ്റെ ഒരു പങ്ക് കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മീൻസ് ജനങ്ങളോട് സംസാരിക്കുന്നത് വളരെ ലളിതമായി, അവർക്ക് അതിവേഗം മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്യുന്നത്. അതിലാണ് ഒരു സ്വർണ്ണ തളികയുടെ ഒരു ഉദാഹരണം പരാമർശിച്ചു പോയത്. സ്വർണ്ണ തളിക ഒരു പ്രധാനമന്ത്രി കൊടുക്കുക എന്ന് പറയുന്നത് അത് തന്നെ കറപ്ഷനാണ്. ഗിഫ്റ്റ് വാങ്ങാൻ പാടില്ല. ഒരു നിശ്ചിത തുകയ്ക്ക് മേലുള്ള ഗിഫ്റ്റ് ഞാനൊരു മന്ത്രി എന്ന നിലയിൽ ഒരു സ്ഥലത്ത് പോയാൽ പൂച്ചണ്ട് പോലും വാങ്ങിക്കത്തില്ല. ഈ നോട്ട് ബുക്ക് പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കുകയാണ്, നോട്ട് ബുക്ക് വാങ്ങിക്കും. സ്കൂൾ ബാഗ്, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക്, സാധുക്കളായ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കും, ഒരെണ്ണം പോലും ബാക്കി വയ്ക്കത്തില്ല. അത് ഒരു ഗിഫ്റ്റും ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു അധികാരത്തിരിക്കുന്ന ആൾ, ഒരു മന്ത്രിയായാലും MLA ആയാലും അത്തരം ഗിഫ്റ്റുകൾ വാങ്ങാൻ പാടില്ല. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ. പണത്തിൻ്റെ കൊഴുപ്പാണ്, ഒരാളുടെ പണത്തിൻ്റെ കൊഴുപ്പാണ് സ്വർണ്ണ തളിക കൊടുക്കുക എന്ന് പറയുന്നത്. സ്വർണ്ണ തളിക കൊടുക്കുന്നത് പണ്ട് കാലത്ത് കണ്ട് സൂപ്പർ സ്റ്റാറുകളായിരുന്ന കോടീശ്വരന്മാരായിരുന്ന MGR-ഉം NT രാമാരാവും സ്വർണ്ണ തളികയിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ആ പ്രസംഗത്തിൽ അത് പറയുന്നത് അന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ മദ്രാസിലൊക്കെ അന്ന് അഭിനയിക്കാൻ പോകുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്, ഒരു സ്വർണ്ണ തളികയിലാണ് NT രാമറാവു ചോറുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകത ഇപ്പോൾ പുള്ളുവായിരിക്കും. ഇത് ഒരു പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിലൊരു പൊതുവേദിയിൽ വെച്ചിട്ട് സ്വർണ്ണ തളിക കൊടുക്കുക എന്ന് പറയുന്നത്, അത് വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യാൻ പാടില്ല ഒരു മന്ത്രി എന്ന നിലയിൽ.
അല്ല, അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, പ്രസംഗത്തിൻ്റെ രണ്ടാമത്തെ വാചകമാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പ്രതിഫലിപ്പിക്കുക. അതായത് നമ്മളൊക്കെ ഒരു സ്റ്റീൽ പാത്രം വാങ്ങിച്ചാൽ ഇൻകം ടാക്സോ ഇഡിയോ അപ്പോഴേ ആൾ വരും. നമ്മൾ അലുമിനിയം പാത്രം വാങ്ങിച്ചെന്ന് അറിഞ്ഞാൽ അപ്പോഴേ വീട്ടിൽ ആൾ വരും. അതെന്ന് ഇത് ഉണ്ടാപ്പിരുമെന്ന് പറയും. അതാണ് ഈ ബോണ്ടെന്ന് പറയുന്നത്. ഈ ബോണ്ടിൽ ഒരു കാര്യം ആലോചിക്കണം. ഒരു നിയോജകമണ്ഡലത്തിൽ ചെലവഴിക്കാൻ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുവദിച്ചിരിക്കുന്ന തുക, അതിനെ ഇന്ത്യയിലെ മുഴുവൻ നിയോജകമണ്ഡലങ്ങൾ എല്ലായിടത്തും BJP മത്സരിക്കുന്നില്ല. മൾട്ടിപ്ലൈ നോക്കിയാൽ ഈ 8,000 കോടി വരില്ല, അത്രയും വരില്ല. ഇല്ല. അപ്പോൾ ആ 8,000 കോടി എന്ന് പറയുന്നത് കുതിരക്കച്ചവടത്തിന് വേണ്ടിയുള്ളതാണ്. അതായത് മറ്റു പാർട്ടികളിൽ നിന്ന് ജയിക്കുന്ന MP-മാരെയും ജനപ്രതിനിധികളെയും പണക്കൊതിയന്മാരും ആദർശശൂന്യരുമായിട്ടുള്ള ആളുകളെ ചാക്കിൽ കയറ്റാൻ വേണ്ടി കേരളത്തിൽ നടക്കത്തില്ല. കേരളത്തിൽ LDF നടക്കത്തില്ല, UDF ചിലപ്പോൾ നടക്കും. പക്ഷേ അധികാരവും പണവും കൊടുത്ത് കുതിരക്കച്ചവടം നടത്താനുള്ള പണമാണ് ഈ ശേഖരിച്ചിരിക്കുന്നത്. മുൻകാലത്തേക്കാൾ കൂടുതൽ കോൺഗ്രസിൽ നിന്ന് ആളുകളിപ്പോൾ BJP-യിലേക്ക് പോകുന്നില്ല. ഇപ്പം ലീഡറുടെ മകള്, AK ആൻ്റണിയുടെ മകൻ, അതായത് പോകുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു മനോഭാവം കോൺഗ്രസിൽ കേരളത്തിലും വളർന്നില്ലേ കൂടുതലായി? സ്ഥാനമാനങ്ങൾ തേടി പോകുന്നതാണ്. സ്ഥാനമാനം കോൺഗ്രസ്സിലൊരു കുഴപ്പമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കാം. 18 സീറ്റിൽ 20 സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയാകുന്നുണ്ട്. 2 സീറ്റ് മുസ്ലിം ലീഗിനാണ്. ഈ 20 പേരിൽ പ്രതാപനൊഴിച്ച് ബാക്കി എല്ലാവരും ആവർത്തിക്കപ്പെടുക. കോൺഗ്രസ്സിൽ പാർലമെൻറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് ഇത്രയ്ക്ക് ദാരിദ്ര്യമുണ്ടോ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിപ്പിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹം അസംബ്ലിക്ക് മത്സരിച്ചില്ല. ശൈലജ ടീച്ചർ അവർ മാത്രമാണ് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുത്തത്. അവരിപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ്. ബാക്കി എല്ലാവരും വളരെ ആലത്തൂരുമായി വളരെ അടുത്ത ബന്ധമുള്ള രാധാകൃഷ്ണൻ മിനിസ്റ്ററാണ്. അദ്ദേഹം മിനിസ്റ്റർഷിപ്പ് വിട്ടിട്ട് ജയിച്ചു കഴിഞ്ഞാൽ മിനിസ്റ്റർഷിപ്പ് വിടണം. അദ്ദേഹം അത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് ആ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അല്ല അതർവൈസ് ഇവരുടെ സ്ഥാനാർത്ഥികളെല്ലാം കഴിഞ്ഞോണമെന്നവർ തന്നെ. ഇവിടെ ആരാ കഴിഞ്ഞോണമെന്നവർ മത്സരിക്കുന്നത്? ആരുമില്ലല്ലോ. അടൂർ മത്സരിക്കുന്നത് ചിറ്റയം ഗോകുമാറായിരുന്നു, ഇപ്പോൾ അരുൺകുമാർ മത്സരിക്കുന്നു. കൊല്ലത്ത് മുകേഷ് മത്സരിക്കുന്നു. തിരുവനന്തപുരത്ത് പന്ന്യൻ മത്സരിക്കുന്നു. എല്ലാ സ്ഥലത്തും ആനി രാജ പോലും വയനാട്ടിൽ മത്സരിക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും കണ്ണൂരിലെ എതിരാളി മാറിയിരിക്കുന്നു. ജയരാജൻ മാറി വേറെ ആൾ വന്നു. എല്ലാ സ്ഥലത്തും മാറ്റം LDF-ൽ വന്നു. അവസരം ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് പറയുന്നത് എന്താണ്? മത്സരിക്കുന്നു അദ്ദേഹം. പരമാവധി സീറ്റുകൾ അവർക്കിപ്പോൾ തന്നെ വളരെ കുറവാണ്. ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന നമ്പർ ലോക്സഭയിലില്ല. പരമാവധി MP-മാരെ കിട്ടണം. അങ്ങനെ വന്നാൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ വന്ന് മത്സരിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ. KC വേണുഗോപാൽ ഒരു മഹാനായ നേതാവാണെന്ന് അവർ പറയുന്നു. പക്ഷേ അദ്ദേഹം രാജ്യസഭയിലുണ്ട്. അദ്ദേഹം ഇവിടെ ജയിച്ചാൽ അവിടെ രാജ്യസഭയ്ക്ക് ഒഴിയുന്ന സീറ്റ് BJP-യുടെ ഒരു രാജ്യസഭാംഗം കൂടി വരാനിടയാകും. അതെന്ത് ബുദ്ധിയാണ്? ഇവിടെ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ അടുത്ത തലമുറ എന്ത് പറ്റുമെന്ന് കോൺഗ്രസ് ഈ ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ചോദിച്ചല്ലോ എന്താ BJP-യിലോട്ട് പോകുന്നതെന്ന്. ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് അടിയും കൊണ്ട് ചൊറിയും കുത്തി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ടും അവസരം കിട്ടുന്നത്. ഇന്നലെ പാർട്ടിയിൽ ചേർന്ന ആൻ്റണി സാറിൻ്റെ മകന് സീറ്റ് കിട്ടി പാർലമെൻറ്റ് മത്സരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നാൽ ഒരു തരത്തിലും രാഷ്ട്രീയത്തിൽ ഉയരണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ എല്ലാവരും രാഷ്ട്രീയത്തിൽ. അല്ലാതെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും വന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വന്നവരൊന്നുമല്ലല്ലോ അവരാരും. അപ്പം ഉയർന്നു വരണം. താൻ നിൽക്കുന്ന ആ പൊളിറ്റിക്കൽ രംഗത്ത് ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ചെറുപ്പക്കാരും. സ്ത്രീകളുണ്ട്, വനിതകളുണ്ട്, മിടുക്കരായ ആൾക്കാരുണ്ട്. അവരെ ചവിട്ടി ഒതുക്കിയിട്ട് ഈ ആളുകൾ തന്നെ പോയവർ തന്നെ വീണ്ടും റിട്ടയർമെൻറ്റ് പ്രായം കഴിഞ്ഞാലും പിന്നെയും ഇവർ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആളില്ലാത്തതുകൊണ്ടായിരിക്കും. അതോ അർഹരായ ആളുകൾ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുള്ളവർ കോൺഗ്രസ്സിലില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും നിന്നവർ തന്നെ നിൽക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു. ഇവിടുത്തെ ഒരു അന്തരീക്ഷം നോക്കിയിട്ട് വേണം. അമേഠിയിൽ അദ്ദേഹം തന്നെ മത്സരിക്കും. ഇവിടെ വോട്ടിട്ടതിന് ശേഷമാണ് അവിടെ. അമേഠിയിലും റായ്ബറേലിയിലും സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ ആയിരിക്കും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ജയിക്കാം. അവിടെ അങ്ങനെ ജയിച്ച് കിട്ടിയാൽ ഇത് ഉപേക്ഷിക്കാം. വയനാട് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ ജയിച്ചാലല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ട് എന്താ ഉപേക്ഷിച്ച പോലെ തന്നെയല്ലേ എന്ന് വന്നു അദ്ദേഹം ഇവിടെ. വയനാടിന് വേണ്ടി അദ്ദേഹം എന്ത് ശബ്ദമുയർത്തി, കേരളത്തിന് വേണ്ടി എന്ത് ശബ്ദമുയർത്തി. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ള അപ്പുറത്തേക്ക് അദ്ദേഹം എന്താണ് അത് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് രാജീവ് ഗാന്ധിയുടെ മകൻ, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ എന്ന നിലയിൽ കാണാൻ നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ, ആരോഗ്യവാനാണ്. അതുപോലെ പ്രിയങ്ക ഗാന്ധി വരുന്നു. അവരും ആ കുടുംബത്തിൻ്റെ ഒരു ആ കുടുംബത്തോട് ഇന്ത്യയിലെ ജനങ്ങൾ ഒരു ഇന്ദിരാഗാന്ധിയോട് സ്നേഹം. ഭാരത് ജോഡോ യാത്ര നടത്തിയില്ലേ? അതെ. എന്ത് പ്രയോജനമുണ്ടായി? പോയ വഴിക്കെല്ലാം എല്ലാവരും BJP ചേർന്നു. ഇവിടുന്ന് K കരുണാകരൻ്റെ മകൾ വരെ BJP ചേർന്നു യാത്ര പോയതിനു ശേഷം. K കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിനെ 9 സീറ്റുണ്ടായിരുന്ന 9 MLA-മാരുമായി കേരളത്തിൻ്റെ നിയമസഭയിൽ ശേഷം
കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന അധികാരത്തിലെത്തിച്ച നേതാവാണ് കെ കരുണാകരൻ. കെ കരുണാകരൻ്റെ മകൾ പോലും ഇത് മടുത്തിട്ട് പോയി. അവർ പറഞ്ഞത് മടുത്തിട്ടാണ് പോയെന്നാണ്. ഇവിടെ എന്താണ്, വേറെ ആൾക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളവരില്ലാത്തതുകൊണ്ട് വീണ്ടും വന്ന ആളുകളെ മത്സരിക്കാൻ. പിന്നെ ഈ തൃശ്ശൂർ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കെ മുരളീധരൻ്റെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു തരാം, 3ാം സ്ഥാനത്തായിരിക്കും. സുനിൽകുമാർ 1ാം സ്ഥാനത്ത് വരും. എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കെ മുരളീധരനെ പെട്ടെന്ന് തൃശ്ശൂർകാർക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാൻഡിഡേറ്റാണ് കെ മുരളീധരൻ. ഈ കെ മുരളീധരൻ എല്ലായിടത്തും മത്സരിക്കുന്നത് എന്താ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു, ജയിച്ചു. വട്ടിയൂർക്കാവ് ഉപേക്ഷിച്ച് അദ്ദേഹം വടകരയ്ക്ക് പോയി. വടകരയിൽ അപ്പോൾ എങ്ങനെ അയാളെ വിശ്വസിക്കും? വടകരയിൽ അയാൾ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തിരുവനന്തപുരം നേമത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് തോറ്റേച്ച് വീണ്ടും വടകരയ്ക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ വടകരയിൽ നിന്ന് അദ്ദേഹം തൃശ്ശൂരേക്ക് പോവുകയാണ്. എന്താണിത്? അപ്പോൾ എങ്ങനെയാണ് ഒരാളെ വിശ്വസിച്ച് വോട്ട്? എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്താൽ ഞാൻ 5 കൊല്ലം അവരെ കൂടെ നിൽക്കണ്ടേ? അതല്ലേ അന്തസ്സ്? ഇതെന്ത് അന്തസ്സില്ലാത്ത പണിയാണ്? ഇയാൾ എത്ര പ്രാവശ്യം പോയി വട്ടിയൂർക്കാവ് വരെ പറ്റിച്ചു. പിന്നെ പ്രശാന്ത് നിരന്തരമായിട്ട് ജയിക്കാൻ തുടങ്ങി. വട്ടിയൂർക്കാവുകാർക്ക് കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞ് വടകര പോയി, വടകരക്കാരെ പറ്റിച്ചേച്ച് നേമത്തോട്ട് പോയി. നേമത്ത് പോയിട്ട് തിരിച്ച് വടകര ചെന്നു, വീണ്ടും ഇവിടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരേക്ക് പോയി. എങ്ങനെ തൃശ്ശൂരുകാരായാലും വടകരക്കാരായാലും ഈ വ്യക്തിയെ വിശ്വസിച്ച് വോട്ട് ചെയ്യും? അദ്ദേഹം വല്ല സ്റ്റാൻഡുണ്ടോ? അദ്ദേഹം കോൺഗ്രസ് പിളർത്തിയ ആളല്ലേ കേരളത്തിൽ? DIC ഉണ്ടാക്കിയ ആളല്ലേ? പിന്നെ NCP പോയ ആളല്ലേ? അദ്ദേഹത്തിന് എന്താ രാഷ്ട്രീയത്തിൽ വലിയ മൂല്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് BJP പോകാൻ ഒരു മടിയൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം കോൺഗ്രസിനെതിരായി DIC ഉണ്ടാക്കി. അപ്പോൾ കോൺഗ്രസിനെ പറ്റി വലിയ വാചകം അടിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പൗരത്വ വിഷയം കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന രീതി കേരളത്തിൽ കോൺഗ്രസിന് ദോഷം ചെയ്യുമോ? അങ്ങനെ പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? പൗരത്വ ബില്ല് വന്നിട്ട് 4 കൊല്ലമായി. ആ 4 കൊല്ലമായിട്ടും കോൺഗ്രസ് അതിനുശേഷം ഒരുപാട് വർക്കിംഗ് കമ്മിറ്റികൾ ചേർന്നു, അഖിലേന്ത്യാ സമ്മേളനങ്ങൾ ചേർന്നു. അപ്പോൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മുടെ പാർട്ടി എന്ത് നിലപാടെടുക്കണം എന്ന് അവർ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ അതിൻ്റെ റൂൾസ് വന്ന സമയത്തും ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആദരണീയ AICC പ്രസിഡന്റ് പറയുന്നത് നാളെ രാവിലെ ആലോചിച്ചിട്ട് പറയാമെന്നാണ്. അദ്ദേഹം കിടക്കാൻ പോകുമ്പം സ്വപ്നത്തിലാണ് ഇത് ആലോചിക്കേണ്ടത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഒരു ഇന്ത്യയെ മൊത്തത്തെ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ബാധിക്കുന്ന ഒരു കരിനിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അന്ന് രാത്രിയാണോ ഓർക്കുന്നത്? ചർച്ച ചെയ്യണ്ടേ? ശരി, ചർച്ച ചെയ്തിട്ട് ഞങ്ങളെ പൗരത്വത്തിൻ്റെ കൂടെയാണെന്നോ അല്ലെന്നോ എന്തെങ്കിലും ഒന്ന് പറ. രാമക്ഷേത്രത്തിലേക്ക് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. LDFൻ്റെ ആളുകൾ ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിന് അതിലൊരു തീരുമാനം എടുക്കാൻ എത്ര ദിവസം എടുത്തു? അതായത് മോദി സർക്കാരിൻ്റെ ഇത്തരം അപകടകരമായ നിയമങ്ങൾ ഉണ്ടാവില്ല, റദ്ദു ചെയ്യും, പിൻവലിക്കും എന്ന നിലയിലേക്കൊരു വാചകം പറഞ്ഞാൽ പോരെ? അല്ല, അത്തരം കരിനിയമങ്ങൾ ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ. കർഷകർക്കെതിരെ നിയമം കൊണ്ടുവന്നു, അതിൽ കോൺഗ്രസ് നിലപാടെടുത്തില്ലല്ലോ. കർഷക സമരം ആളിക്കെത്തിയപ്പോൾ അതിൻ്റെ സൈഡിൽ പോയിരുന്നു. ഇതേ കോൺഗ്രസ്സുകാർ കേരളത്തിൽ പൗരത്വ നിയമത്തിനുള്ള സമരം തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിച്ചപ്പോൾ സഹകരിക്കാൻ വിളിച്ചതിൽ വന്നില്ലല്ലോ. പിന്നെ പല സ്ഥലങ്ങളിലും ജമാഅത്തുകളും പള്ളികളിലും ഒക്കെയായി പത്തനാപുരത്തടക്കം സമരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം സജീവമായിട്ട് മുമ്പേണ്ട അതിൻ്റെ സൈഡിൽ വന്ന് ഇരുന്നേച്ച് പോയതല്ലാതെ അവരായിട്ടൊരു പന്തലിട്ടോ ഇതിനു വേണ്ടിയിട്ട്? അതായത് ഈ നിയമത്തിൻ്റെ അപകടകരമായ ചതിക്കുഴികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണോ? അതെ, അത് വളരെ സിമ്പിളാണ്. ആരെയും നാളെ ഇതിൻ്റെ പൗരത്വ രജിസ്റ്റർ വരുന്നതോടുകൂടി ആരെയും വേണമെങ്കിൽ ഇന്ത്യൻ പൗരൻ, ഏത് മുസൽമാനെയും ഇന്ത്യൻ പൗരനില്ലാതെ മാറ്റാൻ പറ്റും. കാരണം ഒരാൾ പരാതി പറയാണ്, ഇന്ന വീട്ടിൽ ഇന്ന ആൾ ഇന്ത്യൻ പൗരനല്ല, ഇയാൾ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ പാകിസ്ഥാനിലായിരുന്നു, ഇയാൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന് കയറിയതാണെന്ന് പറഞ്ഞാൽ ഒരു പരാതി ബംഗ്ലാദേശിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ബംഗ്ലാദേശ് ഒരുപാട് ബംഗാളികൾ നമ്മുടെ നാട്ടിലൊന്ന് ജോലി ചെയ്യുന്നുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ട്. അവരിൽ പറയുന്ന പോലെ തന്നെ ഇയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പിടിച്ചാൽ പിന്നെ കയ്യിലുള്ള ആധാറും പാസ്പോർട്ടും ഒന്നും ഒരു വിഷയമല്ല. അല്ല, അത് ഡോക്യുമെൻ്റ് അല്ല. അപ്പോൾ ഇയാളുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ, ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ്റെ പേര് പറയാൻ പറ്റും, അമ്മയുടെ പേര് പറയാൻ പറ്റും, അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛനമ്മമാരുടെ പേര് പറയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പൂപ്പൻ കീഴുവിട്ട് രാമപിള്ളയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ആരായിരുന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ അച്ഛൻ ഒരു പക്ഷേ അറിയാമായിരുന്നിരിക്കും, പക്ഷെ എനിക്കത് അറിയത്തില്ല. ഞാൻ എഴുതിയും വെച്ചിട്ടില്ല. അച്ഛൻ മരിക്കുമ്പോൾ ചോദിച്ച് എഴുതി വയ്ക്കാനും വിട്ടുപോയി. നാളെ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട രേഖകൾ നമ്മൾ ഇവിടെ ഒരു രേഖ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അന്ന് ഇതുപോലെ നമ്മൾ എഴുത്തുകുത്തുകളും രേഖയൊന്നുമില്ലല്ലോ. പുസ്തകം, പഞ്ചായത്ത് രജിസ്റ്ററോ ജനന സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലല്ലോ. അന്ന് വീട്ടിൽ പ്രസവിക്കുന്നു, അതിന് രേഖകളൊന്നുമില്ല. ഇവിടെ 8 മക്കളുണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങൾ അസുഖം വന്ന് മരിച്ചു പോയി എന്നൊക്കെ പറയുന്നതല്ലാതെ പണ്ടത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും രേഖയുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ ആചരൂക്കുണ്ടോ അന്ന് എടുക്കാൻ? അന്ന് സ്കൂളുണ്ടോ? കുടിപ്പള്ളിക്കൂടങ്ങളില്ലേ തറയിൽ എഴുതി പഠിക്കുന്ന, അക്ഷരം പഠിക്കുന്ന കാലഘട്ടത്ത് ആശാൻ്റെ അടുത്ത് പോയി പഠിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു രാജ്യത്ത് ആളുകളെടുത്ത് 3 തലമുറയ്ക്ക് മുമ്പുള്ള 2 രേഖയും കൊണ്ട് പോകാം, അല്ലെങ്കിൽ നീ ഇന്ത്യക്ക് പുറത്താണ്, നീ
പൗരനല്ല. ഇത് പറയുമ്പോൾ ഈ പൗരത്വ നിയമത്തെ പറ്റി പറയുമ്പോൾ BJP പ്രചരിപ്പിക്കുന്നതും കോൺഗ്രസ് നിസ്സാരമായി കാണുന്ന കാര്യം ഞാനീ പറഞ്ഞതാണ്. ഇത് സാധാരണക്കാരനായ ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു മുസ്ലിം സമുദായപ്പെട്ട ഒരാളെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച്, അവർക്ക് വരാൻ സാധ്യതയുള്ള, ഭാവിയിൽ വരാൻ സാധ്യത അപകടത്തെക്കുറിച്ച് ആണ് LDF പറയുന്നതെന്ന് അവർ മനസ്സിലാകും. ഞാൻ പല പ്രസംഗങ്ങളിലും ഇത് സൂചിപ്പിക്കാറുണ്ട്. അതാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത്. ഈ അപകടം എങ്ങനെ വരാൻ പോകുന്നു, ഇതിപ്പോൾ എന്താ ഒരു നിയമം വന്നു, അഫ്ഗാനിസ്ഥാൻ എന്ന പൗരൻ വേണമെങ്കിൽ തിരിച്ചു പോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന അല്ലല്ലോ. അവിടെ കൊണ്ട് ഇത് ഒതുക്കരുത്. ആരെയും അഫ്ഗാനിസ്ഥാൻകാരാക്കാം, ആരെയും തലമുറകൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായി നമ്മൾ അടുത്ത ബന്ധം പുലർത്തുകയും ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് അഭയാർത്ഥി പ്രവാഹങ്ങളൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും യുദ്ധകാലത്ത് പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ കാലത്ത് വന്നിട്ടുണ്ട്. അവരാണ് കൽക്കട്ടയിലോട്ട് കയറിയത്. ആ കൽക്കട്ടയിൽ വന്നിട്ട് അവരുടെ ഈ പറയുന്ന ആളിൻ്റെ അപ്പൂപ്പൻ അതുവഴി കയറി വന്നതാണ്, അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു സാധാരണക്കാരനും ഇപ്പോഴും പിടികിട്ടാത്തത് എന്തിനാണ് LDF ഈ പൗരത്വ നിയമത്തെ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കാരണം ഒരു അപകടമായി ഭാവിയിൽ വരും എന്ന ദീർഘവീക്ഷണം തന്നെയാണ്. കാരണം LDF എതിർത്ത എല്ലാ കാര്യവും അവിടെ ആസിയൻ കരാറിനെ എതിർത്തു. ആസിയൻ കരാറല്ലേ, അപ്പോൾ LDFന് വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, വെറുതെ എതിർക്കുന്നില്ല. ആസിയൻ കരാറിനെ LDF എതിർത്തത് കൊണ്ടാണ്. അത് അന്ന് വകവയ്ക്കാതെ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് റബ്ബറിന് വിലയില്ലാത്തത്. വലിയ തോതിൽ ഇറക്കുമതി ചെയ്യും. വലിയ തോതിൽ അവർ തോന്നിയ പോലെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യും, കയറ്റുമതി കുറഞ്ഞു, ഇറക്കുമതി ഇഷ്ടം പോലെ. ടയർ കമ്പനികൾ കോടാനുകോടി രൂപയുടെ സാധനങ്ങൾ ചൂഷണം ചെയ്തു എന്ന് കോമ്പറ്റേറ്റീവ് കമ്മീഷൻ തന്നെ വിധി പറഞ്ഞിട്ടുണ്ട്. 1400 കോടി രൂപയാണ് അവരോട് കൊടുക്കാൻ പറഞ്ഞത് ജനത്തിന്. റബ്ബർ കർഷകർ കൊടുത്തതുമില്ല, അത് കൊടുത്തില്ല, അത് സ്റ്റേ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അത് കൊടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ് താല്പര്യമില്ല. കാരണം അവർ ഈ കുത്തക മുതലാളിമാരുടെ കൂടെയാണ്. അതുകൊണ്ടാണല്ലോ 8000 കോടി ഇലക്ട്രിക് ബോണ്ട് വന്നത്. സുപ്രീം കോടതിയുടെ ആ ഒരു ഇടപെടലിന് കാരണമായ CPM നൽകിയ കേസാണ്. അപ്പോൾ ആ കള്ളത്തരം ഒരു വലിയ അഴിമതി, ഔദ്യോഗിക അഴിമതി പുറത്തു കൊണ്ടുവന്നത് CPM ആണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ്, അതായത് ഈ മോദിക്കെതിരെ, മോദി സർക്കാരിൻ്റെ ഇനിയുള്ള വരവിനെതിരെ, BJPയുടെ തുടർഭരണത്തിനെതിരെ കേരളത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന, KC വേണുഗോപാലുള്ള, NK പ്രേമചന്ദ്രനുള്ള തങ്ങളാണ് ബദൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചാൽ കേരളത്തിലെ ജനം ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ സാധ്യതയില്ലെന്നാണ്. എടുക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം എടുത്തല്ലോ. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുമെന്നും നരേന്ദ്രമോദിയെ അവിടെ പിടിച്ചു കിട്ടുമെന്നും പറഞ്ഞ കാര്യങ്ങൾ വെറുതെയാണെന്ന് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാനും പോലും തയ്യാറായില്ല. സേനാധിപൻ ഒളിച്ചോടുക എന്ന് പറയില്ല. യുദ്ധത്തിൽ സേനാധിപൻ മരണം വരെയും പോരാടണമെന്നാണ്. പക്ഷേ ആ ഒളിച്ചോടുന്ന സേനാധിപന്മാർക്കോട്ടില്ല. ഈ പറയുന്ന KC വേണുഗോപാലായാലും ശരി, രാഹുൽ ഗാന്ധി ആയാലും ശരി, ഈ ഭയന്ന് ഒളിച്ചോടുന്നവന് കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല. കേരളത്തിലെ ജനങ്ങൾ പോരാട്ടക്കാരനാണ് ഇഷ്ടപ്പെടുന്നത്. പോരാടി ജയിക്കുന്ന സ്വഭാവക്കാരാണ്. കേരളത്തിലുള്ളവർ യോദ്ധാക്കന്മാരാണ്. അവർ തോറ്റുകൊടുക്കുന്നവർ, എല്ലാ കാലത്തും അവർ പോരാടിയിട്ടുള്ളവരാണ്. അപ്പം എല്ലാ പ്രതിസന്ധിക്കെതിരെ കേരളം പോരാടിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 5 വർഷം 18 പേര് ഇവിടുന്ന് പോയി. ഈ 18 പേരും ഇത്തരം തെറ്റുകൾ കണ്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുക. പിന്നെ എന്തെങ്കിലും പറഞ്ഞൊരു ബഹളം വെച്ച് പുറത്തു, എൻ്റെ ഉടുപ്പ് ഒരു ചീറി, എന്നെ പിടിച്ചു തള്ളി, എൻ്റെ മൂക്കാമണ്ടയ്ക്ക് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോയി നിന്ന് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഒരു സെൽഫി എടുത്തേച്ച് വീട്ടിൽ പോകുന്ന ആളുകളെ ഇനി പാർലമെൻറ്റിലേക്ക് അയക്കില്ല, സംശയിക്കേണ്ട. പൗരത്വ നിയമത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത്, പൗരത്വ നിയമം പോലും ഒരു ക്ലിയർ കട്ടായിട്ടൊരു അഭിപ്രായം പറയാൻ മുസ്ലിം ലീഗിന് പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. മതേതരത്വം നിലനിർത്താനാണ്, രാജ്യത്തെ സമാധാനം, അങ്ങനെയൊന്നുമില്ല. രാജ്യത്തെ സമാധാനമൊന്നും പോകുന്നില്ല. തെറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു രാജ്യത്തെ സമാധാനമൊന്നും പോകില്ല. അതൊരു പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഈ നിലപാടിൻ്റെ അവരെ കൂടെ കൂടിയിരിക്കും. അവരാണ് ഈ കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗിനെയും ചവിട്ടി പിടിച്ചിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ കൊടിയുടെ സ്ഥിതി കണ്ടിരുന്നില്ല, കൊടിയുടെ സ്ഥിതി, കൊടി മാറ്റാൻ പറഞ്ഞാൽ കൊടി ഒഴിവാക്കിയ ഒരു സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കൊടി മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊള്ളാം, മുസ്ലിമിൻ്റെ കൊടി കോൺഗ്രസിന് കൊള്ളത്തില്ലേ? എന്താ മുസ്ലിം ലീഗിൻ്റെ കൊടി ഇന്ന് മുസ്ലിം ലീഗ് സ്ഥാപിച്ച കണക്ക് ഇതേ കൊടിയല്ലേ? കോൺഗ്രസിൻ്റെ കൊടിയോടൊപ്പം UDFകാർ കൂട്ടിക്കെട്ടിയിരുന്ന മുസ്ലിം ലീഗിൻ്റെ കൊടി ഇത് തന്നെയായിരുന്നല്ലോ. ഇത് കഴിഞ്ഞ അസംബ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വന്നപ്പോഴാണോ ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് തോന്നുന്നത്? പച്ചത്തുണിയെല്ലാം പാകിസ്ഥാൻ്റെ ആണെന്ന് പറഞ്ഞാൽ വിഷമിച്ചു പോലും. പച്ചപ്പാവടയും സ്കൂളിലൊക്കെ പച്ചപ്പാവടയും ബ്ലൗസും ആയിരുന്നു പണ്ട് യൂണിഫോം. അപ്പോൾ പച്ചപ്പാവടയിലെ മുസ്ലിം ലീഗിൻ്റെ ആണെന്ന് പറഞ്ഞാൽ BJP അങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ കേരളത്തിൽ മുസ്ലിം ലീഗുമായിട്ട് അലയൻസിലാണെന്ന് പറയാൻ പോലും പേടിയാണ് കേരളത്തിന്. അപ്പോൾ എന്താണ് മുസ്ലിം ലീഗുകാരാണ് മനസ്സിലാക്കേണ്ടത്? അവരെ ചതിക്കുകയാണ്, അവരെ വോട്ട് വാങ്ങിച്ചിട്ട് അവരെ ചതിക്കുകയാണ്, അവരെ ഒറ്റ കൊടുക്കുകയാണ്. കാരണം അവരുടെ പതാക കാണിക്കാൻ ഒരു മുസ്ലിം ലീഗുകാരൻ അവൻ്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ്സുകാരനോട് നിൽക്കുന്നതുകൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുന്ന നാണക്കേട് മുസ്ലിം ലീഗുകാരനാണ്. കോൺഗ്രസിൻ്റെ കൂടെ കൂടിയുണ്ട് മാത്രമല്ലേ. ഇപ്പോൾ LDFിലാണെങ്കിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് പതാക ഉയർത്തി കാണിക്കാറുണ്ട്, CPM കാണിക്കാറുണ്ട്. അതുപോലെ മുസ്ലിം ലീഗ് കേരള LDFിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ അവർക്കും പച്ചക്കൊടി ഉയർത്തി കാണിക്കാമായിരുന്നു. അപ്പോൾ പച്ചക്കൊടി കണ്ടാൽ അലർജി BJPക്കാരനെ പേടിച്ച്
കേരളത്തിൽ ആരും പച്ചക്കൊടി വെളിയെടുക്കരുത് മുസ്ലിം ലീഗിൻ്റെ എന്ന് പറയുമ്പോൾ ശരി ഞങ്ങൾ കൊടി താഴെ വെച്ചേക്കാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു ഗതികേടെന്ന് പറയുന്നത് വല്ലാത്തൊരു ഗതികേടാണ്. അപ്പോൾ ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾ കാര്യമായി ചർച്ച ചെയ്യട്ടെ അല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. താങ്ക് യു.